everyone. So, welcome to our machine learning tutorial. അപ്പോൾ നമ്മൾ ഇന്ന് മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ കവർ ചെയ്യാൻ പോവാണ്, അതും മലയാളത്തിൽ. സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഭയങ്കര ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഗെറ്റ് റെഡി. സോ നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈന് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ്, പിന്നെ AI വേഴ്സസ് ML വേഴ്സസ് DL, traditional programming versus machine learning, then tools and libraries that should be known, machine learning workflow, types of machine learning, and machine learning ന്റെ ടൈപ്സിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് കണ്ടോ. സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് വരുന്നുണ്ട്. ഓക്കെ, സോ സൂപ്പർവൈസ്ഡിൽ റിഗ്രഷനിൽ ലീനിയർ റിഗ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ദെൻ റിഗ്രഷനിൽ വരുന്ന ഇവാലുവേഷൻ മെട്രിക്സ് അതെന്തൊക്കെയാണ്, MSE R2 സ്കോർ എന്ന രണ്ട് മെട്രിക്സുകളുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ക്ലാസിഫിക്കേഷനിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നുള്ള ഒരു അൽഗോരിതം, ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ ഇവാലുവേഷൻ മെട്രിക്സ്. സോ അതിൽ വരുന്നതാണ് ഒരെണ്ണം കൺഫ്യൂഷൻ മെട്രിക്സ്, പിന്നെ അക്യുറസി. സോ അതെന്താണെന്നുള്ളത് നോക്കണം. പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ക്ലസ്റ്ററിങ്, K മീൻസ് ക്ലസ്റ്ററിങ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല ML മോഡൽസ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, എങ്ങനെ ML ഉപയോഗിച്ച് നമുക്കൊരു മിനി പ്രോജക്റ്റ് ചെയ്യാം, ആൻഡ് ഓൾസോ ഒരു കരിയർ റോഡ് മാപ്പ് ആൻഡ് ദെൻ പോർട്ട്ഫോളിയോ ബിൽഡിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? So machine learning is a subset of AI that uses data to solve tasks. These solvers are trained models of data that learn based on the information provided to them. This information is derived from the probability theory and linear algebra. ML algorithms use our data to learn and automatically solve predictive tasks. So ഭയങ്കര വലിയൊരു ഡെഫിനിഷനാണിത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് ഒരുപാട് ഡേറ്റ കൊടുത്തിട്ട് ആ കമ്പ്യൂട്ടറിനെ ഒന്ന് പഠിപ്പിക്കും. അപ്പോൾ ആ ഡേറ്റ വെച്ച് കമ്പ്യൂട്ടർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ച് അവസാനം നമ്മൾ ആ മെഷീനിന് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിന് പുതിയൊരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതെന്ത് തരം ഡേറ്റയാണ് എന്നുള്ളത് ഈ മെഷീനിന് പറയാനായിട്ട് പറ്റണം. അതായത് നമ്മൾ എക്സ്റ്റേണലി ഒന്നും തന്നെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഡേറ്റ വെച്ച് അവരിങ്ങനെ പഠിച്ച് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്, ആ കമ്പ്യൂട്ടേഴ്സിന് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ആ ഒരു സാധനം എന്ത് തരം ഡേറ്റയാണ് അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഇറ്റ് ഈസ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അതിന് പറയാൻ പറ്റണം. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ കോളേജസിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ടല്ലേ. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്താണ് ആക്ച്വലി തരുന്നത്, നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ദേ ഗീവ് us നോട്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. അവർ നമുക്ക് നമ്മുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട്. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്താ ചെയ്യുന്നത്, പഠിച്ചെടുക്കുകയാണ് അല്ല. അങ്ങനെ പഠിച്ച് ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവാം. സേ ഇപ്പം മാത്സിൻ്റെ കേസ് എടുത്ത് നോക്കുക. മാത്സിൻ്റെ കേസിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ഒരുപാട് പ്രോബ്ലംസ് തരും, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നു. അവസാനം ഇതേ രീതിയിലുള്ള മറ്റെന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ച പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുത്തോ, ആ മനസ്സിലാക്കിയെടുത്ത ആ ഒരു നോളജ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റിനൊരു പുതിയൊരു മാത്സ് പ്രോബ്ലം തരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതേ കേസാണ് മെഷീൻസും ചെയ്യുന്നത്. മെഷീൻസിന് നമ്മൾ ആദ്യം ഒരുപാട് ഡേറ്റ കൊടുക്കുന്നു. മെഷീൻസ് ഈ ഡേറ്റ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ആൻഡ് ദെൻ പഠിച്ച് അവസാനം ഈ മെഷീൻ നമ്മൾ പുതിയൊരു ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതെന്ത് തരം ഡേറ്റ അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് മെഷീൻസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നു. അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മെഷീൻസിനെ പഠിപ്പിക്കുക. ഇനി മെഷീൻ ലേണിംഗ് ആക്സസസ് വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ, ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്, ആൻഡ് ലേൺസ് ഫ്രം ഇറ്റ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. സോ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ എന്താണ് എന്നുള്ളത്. ഡേറ്റ പല തരത്തിലാണ് ഉണ്ടാവുക. പേരൊരു ഡേറ്റയാണ്. ഞാൻ എൻ്റെ പേര് പറയുമ്പം അതൊരു ഡേറ്റയാണ്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയുകയാണെങ്കിൽ അത് മറ്റൊരു ഡേറ്റയാണ്. എൻ്റെ ഏജ് അതൊരു ഡേറ്റയാണ്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താണ്, അതൊക്കെ എന്താ ഡേറ്റ തന്നെയാണ്. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് പല തരത്തിലാണുള്ളത്. സ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ട്. സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റ
കോമൺ ആയിട്ട് ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുമ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഇമേജസ് ഉണ്ടാവാം, ഓഡിയോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, ട്വീറ്റ്സ് ഉണ്ടാവും, കമൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അൺസ്ട്രക്ചേർഡ് ഡേറ്റ. മെഷീൻ ലേണിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് ആക്സസസ് വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ, ബോത്ത് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. അപ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് ഡാറ്റ, വലിയ വലിയ ഡാറ്റകളായിരിക്കും നമ്മൾ മെഷീനിന് കൊടുക്കുക. ആ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഐദർ സ്ട്രക്ചേർഡ് ആവാം അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആവാം. അപ്പോൾ ഈ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്നും അത് പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. എന്നിട്ട് ഫ്യൂച്ചർ എന്താണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇതാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ് ലേൺസ് ഫ്രം ദ ഡേറ്റ ബൈ യൂസിങ് മൾട്ടിപ്പിൾ അൽഗോരിതംസ് ആൻഡ് ടെക്നിക്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിസ്റ്റത്തിന് ഡേറ്റ കൊടുക്കുന്നു, സിസ്റ്റം അത് പഠിക്കുന്നു എന്നുള്ളത്. പക്ഷേ എങ്ങനെ പഠിക്കുന്നു? അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മെഷീൻ ലേണിങ്ങിനുള്ള ഒരുപാട് അൽഗോരിതംസും മെഷീൻ ലേണിങ്ങിൽ വരുന്ന ടെക്നിക്സും. ഓക്കെ, അപ്പോൾ ആ ടെക്നിക്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? മെഷീൻസിനെ പഠിപ്പിക്കാനായിട്ട് പറ്റും. സോ ഇതിന് മെഷീൻ ലേണിങ്ങിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിൽ ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ അവൈലബിൾ ആണ്. സോ ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൽ വരുന്ന ഒരുപാട് അൽഗോരിതംസ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സിലെയും സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുന്ന പ്രോബബിലിറ്റി തിയറംസിൻ്റെയൊക്കെ ആക്ച്വൽ ഓട്ടോമേഷൻസ് ആണ് മെഷീൻ ലേണിങ്ങിൽ വരുന്ന അൽഗോരിതംസ് എന്ന് പറയുന്നത്. ബിക്കോസ് മെഷീൻ ലേണിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ML മോഡൽസൊക്കെ ബിൽഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ബേസിക് തിങ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ മെഷീൻ ലേൺസ് ഫ്രം ദ ഡേറ്റ. ഇനി ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ കാണിക്കാം. ഓക്കെ, ഇതായിരിക്കും നമ്മൾ മെഷീന് കൊടുക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത്. സോ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ഡേറ്റ ആണ്. ഇവിടെ നമുക്കുള്ള കോളംസ് എന്തൊക്കെയാണ്? ഒന്ന് യൂസർ ID എന്ന് പറയുന്ന കോളം ഉണ്ട്, പ്രോഡക്റ്റ് ID എന്ന് പറയുന്ന കോളം ഉണ്ട്, ജെൻഡർ, ഏജ്, ഒക്കുപ്പേഷൻ, സിറ്റി, മാരിറ്റൽ സ്റ്റേറ്റസ്, ദെൻ പ്രോഡക്റ്റിൻ്റെ കൗണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കോളംസ് നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഡേറ്റയിലുള്ള ഓരോ കോളംസ് ഇതാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഡേറ്റ എന്ന് നമ്മൾ വിളിക്കുന്നത്, ആക്ച്വലി ദ ഡേറ്റ സെറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഷീനിന് ഡേറ്റ കൊടുക്കുന്നുണ്ട്. ബട്ട് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് മാത്രം ഒരു ഡേറ്റ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ ചെറിയ ഡേറ്റ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് കുറേ അമൗണ്ട് ഓഫ് ഡേറ്റയാണ്. നമ്മൾ പറഞ്ഞ പോലെ വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഡേറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. വാസ്റ്റ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ഒരിക്കലും എന്താണ് ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കില്ല. നമുക്ക് ഒരുപാട് ഡേറ്റയാണ് വേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ ആമസോൺ സെയിൽസ് റിപ്പോർട്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷത്തെ ആമസോൺ സെയിൽസ് റിപ്പോർട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 6 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് ഡേറ്റ എടുക്കാം. ബിക്കോസ് ആമസോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് എന്ത് വരുന്നുണ്ട്? ഡേറ്റകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബിഗ് അമൗണ്ട്സ് ഓഫ് ഡേറ്റയാണ് നമ്മൾ മെഷീൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കളക്ട് ചെയ്തെടുക്കുന്ന ഡേറ്റ സെറ്റിൽ ഒരുപാട് കോളംസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഇതിൽ വളരെ കുറച്ച് കോളംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ ഇത്ര കോളംസ് മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് കോളംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരുപാട് കോളംസ് ഉള്ള ഡേറ്റ. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഡേറ്റ നമ്മൾ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് റോസും ഉണ്ട്, ഒരുപാട് കോളംസും ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ റോസും കോളംസും വരുന്ന അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ, അതിപ്പോൾ 10 റോസ് അല്ലെങ്കിൽ 100 റോസ് 2000 റോസ് അങ്ങനെയൊന്നും ആയിരിക്കില്ല. മേ ബി ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ആയിരിക്കാം, മേ ബി 10,000 കൂടുതലായിരിക്കാം, 10,000 റോസ് ആയിരിക്കാം അതിൽ കൂടുതലായിട്ടുള്ള ഡേറ്റന്. അപ്പോൾ അത്രയും വലിയ ഒരു എമൗണ്ട് ഓഫ് ഡേറ്റയാണ് നമ്മൾ മെഷീൻസിന് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ട് മെഷീൻ എന്താ ചെയ്യുന്നത്? ആ ഡേറ്റയിലുള്ള പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്നു. ആൻഡ് ദെൻ ആ ഡേറ്റ ഉപയോഗിച്ച് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഇതാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. സോ നമ്മളൊരു പാസ്റ്റ് ഡേറ്റ കൊടുക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആമസോണിൽ വരുന്ന കഴിഞ്ഞ 6 വർഷത്തെ ആമസോൺ സെയിൽസിന് കഴിഞ്ഞ 6 വർഷത്തെ ഡേറ്റ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ പാസ്റ്റ് ഡേറ്റ എവിടേക്ക് കൊടുത്തു? മെഷീനിന് കൊടുത്തു. മെഷീൻ എന്താ ചെയ്യുന്നത്? ലേൺ ഫ്രം ദ പാസ്റ്റ് ഡേറ്റ ആൻഡ് ദെൻ പ്രെഡിക്ട്സ് ദ ഔട്ട്പുട്ട്. അപ്പോൾ
ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ലൈക്ക് മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് ഒക്കെ നമ്മൾ ഒരുപാട് മെഷീൻ ലേണിംഗ് അൽഗോറിതംസ് സിസ്റ്റത്തിനെ കൊണ്ട് നമ്മൾ റൺ ചെയ്യിക്കും. ആൻഡ് ഈ ഒരു നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡേറ്റ വെച്ചിട്ട്, അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ട് ഈ അൽഗോറിതംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മെഷീൻസ് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് മെഷീൻ ലേണിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എവിടെ നിന്നാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം വന്നത്? ഡസ് ഇറ്റ് ഹാവ് എനി കണക്ഷൻ വിത്ത് AI? ലെറ്റ്സ് ചെക്ക്. ഓക്കെ, സോ വാട്ട് ഈസ് AI? അപ്പോൾ മെഷീൻ ലേണിംഗ് എവിടെ നിന്ന് വന്നു? ആക്ച്വലി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ AI-യുടെ ഒരു സബ്സെറ്റാണ്. ഓക്കെ, സോ വാട്ട് ഈസ് AI? AI എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ? എല്ലാവരും AI എന്ന് പറയുന്നുണ്ട്. AI എന്താ പറയുക, AI ഫീച്ചേഴ്സ് ഉള്ള ഫോൺസ്, പിന്നെ AI-യുടെ സാരി ട്രെൻഡ്, പിന്നെ അങ്ങനെ കുറേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല AI ലൈക്ക് ഒരുപാട് LLMസും വന്നിട്ടുണ്ട് അല്ലേ? ലൈക്ക് ChatGPT ആദ്യം വന്നു, പിന്നെ ജെമിനി വന്നു, പിന്നെ ക്ലോഡ് വന്നു, ഗ്രോക്ക് വന്നു, ഡീപ്സീക്ക് വന്നു, അങ്ങനെ ഒരുപാട് LLMs ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം AI-യുടെ എന്താ പറയുക, ആ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം വളരെയധികം കൂടിക്കൊണ്ട് ഇരിക്കുന്നതാണ്. സോ ആ ഒരു AI-യുടെ തന്നെ ഒരു ഭാഗമാണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് AI-നെ റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്ന ഒന്നാണ്. ദാറ്റ് ഈസ് മെഷീൻ ലേണിംഗ് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന LLMs പോലെയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. AI എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ AI-യുടെ അണ്ടറിൽ വരുന്ന ഒരു ബ്രാഞ്ച് മാത്രം അല്ലെങ്കിൽ ഒരു ഫീൽഡ് മാത്രമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ AI-ക്ക് ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്, ലൈക്ക് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, റോബോട്ടിക്സ്, എക്സ്പെർട്ട് സിസ്റ്റംസ്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. സോ AI എന്ന് പറഞ്ഞാൽ എന്താണ്? AI is the capability or it is the ability for a computer to think and learn like a human. നമ്മൾ ഹ്യൂമൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിങ് ഡേറ്റ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീന് ഡേറ്റ കൊടുക്കുന്നു. ദ ഇൻഫർമേഷൻ ആൻഡ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ടു മെഷീൻസ്. ദ മെയിൻ ഗോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ടു ഡെവലപ്പ് എ സെൽഫ് റിലയൻറ്റ് മെഷീൻസ് ദാറ്റ് ക്യാൻ തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൻസ്. സോ ഹ്യൂമൻസിനെ പോലെ ചിന്തിക്കുന്ന മെഷീൻസ് ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ AI-യുടെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഒരു യൂസർ ഉണ്ട്. ഓക്കെ, ആ യൂസർ എന്താ പറയുന്നത്? യൂസർ അലക്സയോട് പറയുകയാണ്, ഹേയ് അലക്സ, വാട്ട്സ് ദ ടെമ്പറേച്ചർ ഇൻ ഷിക്കാഗോ. അപ്പോൾ ഈ ഒരു യൂസർ അലക്സയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, അപ്പം അലക്സ എന്താ ചെയ്യുന്നത്? അയാൾ പറഞ്ഞ ആ ഒരു വോയിസിനെ കമാൻഡ്സ് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്നു, ലൈക്ക് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ നമ്മൾ പറയുകയാണല്ലേ, ആ ഒരു അലക്സിനോട് പറയുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അലക്സ എന്താ ചെയ്യുന്നത്? നമ്മൾ കൊടുത്ത ആ ഒരു ഓഡിയോ ഡേറ്റയെ ഫസ്റ്റ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെൻ സം പ്രോസസ്സിങ് ഈസ് ഗോയിങ് ബിഹൈൻഡ്, ആൻഡ് ദെൻ അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും ഒരു വോയിസ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം അലക്സയോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ. അപ്പോൾ അലക്സ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് തരുന്നത്? പുറത്തുള്ള ടെമ്പറേച്ചർ എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. സോ അതിൻ്റെ ബിഹൈൻഡ് ആക്ച്വലി എന്താ നടക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന വോയിസിനെ ആക്ച്വലി നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എന്തിനാണ് നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്ന പറഞ്ഞാണ് കമ്പ്യൂട്ടേഴ്സിന് എന്ത് മനസ്സിലാവില്ല? ഒരു ഭാഷയും മനസ്സിലാവില്ല. അവർക്ക് നമ്പേഴ്സ് മാത്രമേ മനസ്സിലാവുള്ളൂ, ബൈനറി നമ്പേഴ്സ് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം. സെയിം സാധനമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു വോയിസിനെ ബൈനറി നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് ദെൻ അവിടെ ബിഹൈൻഡ് ആ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം സം കൈൻഡ് ഓഫ് പ്രോസസ്സിങ് ഇസ് ഹാപ്പനിങ് അല്ലേ? ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു വോയിസ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ AI-യിൽ വരുന്ന NLPയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ലൈക്ക് കൗണ്ട് വെക്ടറൈസർ, അങ്ങനെയുള്ള TF-ID വെക്ടറൈസർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഉപയോഗിക്കും ബിഹൈൻഡ് ദ പ്രോസസ്സിങ്. ഓക്കെ, ആൻഡ് ദെൻ ഫൈനലി വി ഗെറ്റ് ദി ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ടാണ് നമുക്ക് വോയിസ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആ വോയിസ് ഔട്ട്പുട്ടാണ് ദ കറൻറ്റ് ടെമ്പറേച്ചർ ഇൻ ഷിക്കാഗോ ഇസ് 6 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് AI-യുടെ വൺ ഓഫ് ദ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി കുറച്ചും കൂടെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ചാറ്റ്ബോട്ട്സ് ഇൻ വെബ്സൈറ്റ്സ്. യു ടൈപ്പ് ഐ നീഡ് ഹെൽപ്പ് വിത്ത് മൈ ഓർഡർ. ചാറ്റ്ബോട്ട് റിപ്ലൈസ് ഷുവർ, കെൻ യു ഷെയർ യുവർ ഓർഡർ ID. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്വിഗ്ഗിയോ സൊമാറ്റോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപ്പുകളൊക്കെ തുറന്ന് കഴിയുമ്പം നമുക്കവിടെ ഒരു എന്താ പറയുക, ഒരു ചാറ്റ് ഓപ്ഷൻ കാണും. സോ അപ്പുറത്തിരിക്കുന്ന ചാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ചാറ്റ് ബോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാറ്റ് ബോട്ടിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ചാറ്റ് ബോട്ടിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറിയിൽ ഓൾറെഡി ഉള്ള സാധനങ്ങൾ എന്തിനും നമുക്കിങ്ങനെ റെസ്പോൺസ് തരും അല്ലേ. ഐ നീഡ് ഹെൽപ്പ് വിത്ത് മൈ ഓർഡർ എന്ന് ഞാൻ ആ ഒരു ചാറ്റ് ബോട്ടിനോട് പറയുന്ന സമയത്ത് ചാറ്റ് ബോട്ട് എന്താണ് നമുക്ക് റെസ്പോൺസ് ആയിട്ട് തന്നെ, ക്യാൻ യു ഷെയർ യുവർ ഓർഡർ ID എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓർഡർ ID ഇതാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടുന്ന റെസ്പോൺസ് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? NLP is used to understand your query and give the right automated response. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ NLP, ദാറ്റ് ഈസ് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളതിനുള്ള പ്രോപ്പറായിട്ടുള്ള ആൻസർ നമ്മുടെ AI തരും എന്നുള്ളതാണ്. അടുത്തത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. സോ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് ടൈപ്പ് ചെയ്യുക, ഹൗ ആർ യു, ഓക്കെ, ആൻഡ് ദെൻ നമ്മളിപ്പം ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിനോട് പറയുകയാണ് ദാറ്റ് യു നീഡ് റെസ്പോൺസ് ഇൻ ഹിന്ദി. ഓക്കെ, നിങ്ങൾക്ക് ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണമെന്ന് പറയുന്ന സമയത്ത് ആപ് കേസെ ഹേ എന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ സുഖമാണോ എന്നുള്ള റെസ്പോൺസ് കിട്ടും. സോ സി അഗെയിൻ ഇവിടെ NLP ആണ് വരുന്നത്. NLP ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് സ്ട്രക്ചർ ആൻഡ് മീനിങ് അക്രോസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. സോ NLP ആണ് ഇവിടെ ബിഹൈൻഡ് വരുന്ന ഒരു കാര്യം. സോ അഗെയിൻ NLP എന്ന് പറയുന്നത് എന്താ, AI-യുടെ ഒരു ബ്രാഞ്ചാണ്. ഓക്കെ, സോ ഇതൊക്കെ AI-യുടെ എന്താ പറയുക യൂസസ് കേസസ് ആണ് കേട്ടോ. പല ഏരിയാസിലും നമ്മളതിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് AI-യുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. പല ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് കെയറിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് ഓരോ ഇമേജസ് എക്സ്റേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി പോസിബിൾ ആവുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ ഡോക്ടേഴ്സ് അല്ലേ. അപ്പോൾ അത് മാത്രമല്ല പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇന്ന ഡേറ്റാസ് ഇന്ന ഡേറ്റ നമ്മൾ ആ ഒരു സിസ്റ്റത്തിന് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു ഡിസീസ് ഉണ്ട് എന്നുള്ളത് നമുക്കവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ AI ഹെൽപ്സ് ഇൻ ദാറ്റ് വേ. എവിടെ? ഇൻ ഹെൽത്ത് കെയർസ്. അതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഗ്രേഡിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോണോമസ് വെഹിക്കിൾസ്, അതായത് സെൽഫ് ഡ്രൈവിംഗ് കാർസ് പോലെയുള്ള തിങ്സ് ഒക്കെ. പിന്നെ ബിസിനസ്സിൻ്റെ കേസസിൽ ട്രാവൽ ഇൻഡസ്ട്രി, സോഷ്യൽ മീഡിയ, അങ്ങനെ പല ഏരിയാസിലായിട്ട് ഇപ്പം AI-യുടെ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് കംസ് DL. അപ്പോൾ നമ്മൾ ML പറഞ്ഞു, AI പറഞ്ഞു. ദെൻ വാട്ട് ഇസ് DL? ഡീപ്പ് ലേണിംഗ്. അപ്പോൾ എന്താണ് ഡീപ്പ് ലേണിംഗ്? ഇപ്പം മെഷീൻ ലേണിംഗ് മനസ്സിലായി, AI മനസ്സിലായി. മെഷീൻ ലേണിംഗ് എന്താണ്? മെഷീനിന് ഡേറ്റ കൊടുത്ത് മെഷീനെ പഠിപ്പിക്കുക ആൻഡ് ദെൻ ഇറ്റ് പ്രെഡിക്ട്സ് ദ ഫ്യൂച്ചർ. അതാണ് മെഷീൻ ലേണിംഗ്. നൗ വാട്ട് ഈസ് AI? എന്താ? ഹ്യൂമൻസിനെ പോലെ മെഷീൻസിനെ കൊണ്ട് കുറേ ടാസ്കുകൾ ചെയ്യിക്കുന്നത്, അതാണ് AI. നൗ വാട്ട് ഈസ് ഡീപ്പ് ലേണിംഗ്? അപ്പോൾ AI-യുടെ ഒരു ബ്രാഞ്ചാണ് മെഷീൻ ലേണിംഗ്. ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്? ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so deep learning is a special type of machine learning where a computer learns from a large amount of data using something called neural networks systems inspired by how our human brain works. It's called deep because it has many layers that help the computer understand data step by step. അപ്പോൾ നമ്മുടെ റിയൽ ഹ്യൂമൻ ബ്രെയിൻസിൽ അപ്പോൾ ആ ഒരു ഹ്യൂമൻ ബ്രെയിൻസിനെ മിമിക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഡീപ്പ് ലേണിംഗ്. അപ്പോൾ ഒരുപാട് വലിയ കോംപ്ലെക്സ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റ്, അതായത് മെഷീൻ ലേണിങ്ങിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റുകളാണ് നമ്മൾ ഈ ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക്സ്, ഈ ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ച് ആ ഡേറ്റയിലുള്ള ഫീച്ചേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റംസിന് മനസ്സിലാക്കാനായിട്ട് പറ്റും ബൈ യൂസിങ് ദിസ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. സോ അത്തരം വലിയ ഡാറ്റകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്. ഓക്കെ, see, when the volume of the data increases,
machine learning techniques, no matter how optimized, starts to become inefficient in terms of performance and accuracy, whereas deep learning performs so much but better in such cases. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. സോ ഈ സൈഡിൽ നമുക്ക് പെർഫോമൻസ് കാണാൻ പറ്റും ആൻഡ് ഈ സൈഡിൽ നമുക്ക് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് കൊടുത്തിട്ടുള്ളത്. സി ഡേറ്റയുടെ എമൗണ്ട് കൂടുന്നതനുസരിച്ചിട്ട് ഡീപ്പ് ലേണിങ്ങിൻ്റെ പെർഫോമൻസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആൻഡ് സി നമുക്ക് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഡേറ്റ കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസിന് എന്താ സംഭവിക്കുന്നത്? അത് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഡ്രോപ്പ് അല്ല, ഒരു പരിധി വരെ കൂടിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡേറ്റ കൂടുന്നതനുസരിച്ചിട്ട് അവിടെ വരുന്ന പെർഫോമൻസിൽ എന്ത് വരും? വ്യത്യാസം വരും എന്നുള്ളതാണ്. ഓക്കെ, സോ ഡീപ്പ് ലേണിങ്ങിൻ്റെ കേസിൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് വൈൽ കമ്പയറിങ് ടു മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കണം. ബിക്കോസ് നമ്മൾ ഡീപ്പ് ലേണിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ന്യൂറൽ നെറ്റ്വർക്ക്സിൽ എന്താണ് ഉണ്ടാവുക? ഒരുപാട് ന്യൂറോൺസ് ആയിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ന്യൂറൽ നെറ്റ്വർക്ക്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റിയൽ ബ്രെയിൻ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിനെ മിമിക് ചെയ്തുകൊണ്ടിട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ അത്രയും ന്യൂറോൺസിൽ കൂടെയാണ് ഡേറ്റ ഇങ്ങനെ കടന്നു പോകുന്നത്. ചിലപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ വന്ന് നിന്നാൽ അയാൾ ആരാണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ആ ഒരു ഡേറ്റ, നമുക്ക് ആ ഒരാളെ മനസ്സിലാവുന്നത് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പം ആ ഒരു ആൾ ആരാണെന്നുള്ളത് നമ്മൾ കാണുന്നു. സോ നമ്മുടെ കണ്ണിൽ നിന്നുള്ള ആ ഒരു സിഗ്നൽസ് പെട്ടെന്ന് നമ്മുടെ എവിടേക്കാണ് പോകുന്നത്? ബ്രെയിനിലേക്കാണ് പോകുന്നത്. സോ ആ ബ്രെയിനാണ് ഓക്കെ ഇയാളാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കി തരുന്നത്. സോ ദ സെയിം, നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, ന്യൂറൽ നെറ്റ്വർക്ക്സിലേക്ക് ഡേറ്റ കൊടുക്കുന്നു, അത് നമുക്ക് പ്രെഡിക്ഷൻസ് തരുന്നു. ആ ഒരു രീതിയിലാണ് ഡീപ്പ് ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് AI വേഴ്സസ് ML വേഴ്സസ് ഡീപ്പ് ലേണിംഗ് എന്താണെന്നുള്ളത് നോക്കാം. സി ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആൻഡ് ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ത്? മെഷീൻ ലേണിംഗ്. ആ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണ് എന്ത്? ഡീപ്പ് ലേണിംഗ്. സോ വാട്ട് ഈസ് AI? A technique which enables machines to mimic the human behavior. ഹ്യൂമൻസിനെ കൊണ്ട് അല്ലെങ്കിൽ ഹ്യൂമൻസ് ചെയ്യുന്ന പോലെ മെഷീൻസിനെ കൊണ്ട് ചെയ്യിക്കുക, അതാണ് AI എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് AI which use statistical methods to enable machines to improve with experience. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെഷീൻ ലേണിങ്ങിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള അൽഗോറിതംസ് കംപ്ലീറ്റ് എന്തിൻ്റെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പ്രോബബിലിറ്റി തിയറംസിൻ്റെയും ഓട്ടോമേഷൻ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മെഷീൻ ലേണിംഗ് മോഡൽസിനെ ബിൽഡ് ചെയ്ത് എടുക്കുന്നു. സോ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മെഷീൻ ലേണിംഗ്. ഇനി ഡീപ്പ് ലേണിങ്ങിൻ്റെ കേസിലോ, ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് മെഷീൻ ലേണിംഗ് വിച്ച് മേക്സ് യൂസ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഓക്കെ, ഇനി ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് വേഴ്സസ് മെഷീൻ ലേണിംഗ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സമയത്ത് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ 2 വേരിയബിൾസ് ഇനീഷ്യലൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ മേ ബി A = 10, B = 5 അങ്ങനെ 2 നമ്പേഴ്സ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഫോർമുല കൊടുക്കും അല്ലേ. C = A + B. എനെയും ബിനെയും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് സിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടെ സിയുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്കിവിടെ കിട്ടും. സോ ഇവിടെ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഡേറ്റ കൊടുക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ ഡേറ്റ? ആ 2 നമ്പേഴ്സ് 10, 5 അതാണ് നമ്മുടെ ഡേറ്റ. ആ പ്രോഗ്രാം എന്താണ്? നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കോഡാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കൊടുത്തു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ ചെയ്യണം? നമ്മൾ കൊടുത്തിട്ടുള്ള റൂൾസൊക്കെ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് അവിടെ തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സാധാരണ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
ആദ്യം നമ്മൾ റിസൾട്ട് കൊടുക്കുന്നു, ആൻഡ് ദെൻ ഡേറ്റയും കൊടുക്കുന്നു, മെഷീൻ ലേണിംഗ് അൽഗോറിതംസിലേക്ക് കൊടുക്കുന്നു, മെഷീൻ ലേണിംഗ് മോഡൽസ് ബിൽഡ് ചെയ്തെടുക്കുന്നു, ആൻഡ് ദെൻ അവിടെ നമുക്ക് ഒരു പ്രോഗ്രാം കിട്ടുന്നു. ലൈക്ക് അവിടെ ഒരു മോഡൽ ബിൽഡ് ചെയ്ത് കിട്ടുന്നു. അതാണ് നമ്മളവിടെ ആക്ച്വലി പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റിസൾട്ട് കൊടുക്കാൻ ഡേറ്റ കൊടുക്കുക. വാട്ട് ആക്ച്വലി ഈസ് ദാറ്റ്? സോ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയുടെ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി കാണിച്ച് തന്നിട്ടുള്ളതാണ്. സേ ഇപ്പോൾ ഞാനൊരു ഡേറ്റയുടെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സേ ഒരാൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ ഡയബറ്റിക് അല്ല. ഓക്കെ, സോ ഡയബറ്റിക്, നോൺ ഡയബറ്റിക്, അങ്ങനെ 2 കാറ്റഗറീസ് ആണ് ആ ഒരു ഡേറ്റ സെറ്റിലുള്ളത്. സോ അയാളുടെ ഷുഗർ ലെവൽസ്, അയാളുടെ ബ്ലഡ് പ്രഷർ ലെവൽസ്, അങ്ങനെയുള്ള പല ഡേറ്റകൾ ഉപയോഗിച്ചിട്ടാണ് അയാൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അയാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആ ഒരു ഡേറ്റ സെറ്റിൽ ഒരുപാട് എന്തുണ്ടാവും, റോസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് റോസ് എന്ന് പറയുന്ന ഓരോ ആളുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും. ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ള ഒരു ഇതുണ്ടാവും. അതേപോലെ രണ്ടാമത്തെ ആളുടെ ഡീറ്റെയിൽസ് നമ്മൾ രണ്ടാമത്തെ റോയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ഡേറ്റ അനുസരിച്ചിട്ട് അയാൾ ഡയബറ്റിക് ആണോ നോൺ ഡയബറ്റിക് ആണോ എന്നുള്ളതും കൂടെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഡേറ്റ ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ മെഷീന് കൊടുക്കും. ആൻഡ് ഓൾസോ അതിൻ്റെ ഒപ്പം തന്നെ അയാൾ ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളതും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ദ റിസൾട്ടേഴ്സ്. ഓക്കെ, ഡയബറ്റിക് ആണ്, ഡയബറ്റിക് അല്ല, ഒരു പെർട്ടിക്കുലർ ആൾ ഡയബറ്റിക് ആണ്. ഇപ്പോൾ അയാളുടെ ഡേറ്റ ഒക്കെ വെച്ചിട്ട് അയാൾ ഡയബറ്റിക് ആണ് എന്ന് പറയുമ്പം ഡയബറ്റിക് എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മുടെ റിസൾട്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണ്, അതാണ് നമ്മുടെ ഡേറ്റ. അപ്പോൾ അത്തരത്തിൽ ഡേറ്റ ആൻഡ് റിസൾട്ടും കൂടെ ഒരുമിച്ച് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നു, സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ആ സിസ്റ്റം ഡേറ്റയിലുള്ള പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കുന്നു. അതായത് ഇന്ന ഡേറ്റ ആണെങ്കിൽ അയാൾ ഡയബറ്റിക് ആയിരിക്കും, ഇങ്ങനെയാണ് ഡേറ്റ എങ്കിൽ അയാൾ നോൺ ഡയബറ്റിക് ആയിരിക്കും എന്നുള്ള ഒരു പാറ്റേൺ അവിടെ ഡേറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാറ്റേൺ നമ്മുടെ മെഷീൻ അവിടെ മനസ്സിലാക്കി എടുക്കും. ആ ഡേറ്റ വെച്ചിട്ടാണ് പിന്നീട് പുതിയൊരു ഡേറ്റ വരുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ആൾ അല്ലെങ്കിൽ പുതിയ ഡേറ്റ വരുന്ന ആൾ ഡയബറ്റിക് ആണോ നോൺ ഡയബറ്റിക് ആണോ എന്ന് നമ്മുടെ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അതാണ് മെഷീൻ ലേണിങ്ങിൽ സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, നമ്മൾ കോഡ് എഴുതുന്ന സമയത്ത് നമ്മുടെ അവിടെ ഒരു റൂളാണ് സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ മെയിൽ കണ്ടെയ്ൻസ് എ വേർഡ് കോൾഡ് വിൻ മണി, ഓക്കെ, ദെൻ അത് സ്പാം ആണ്. ഓക്കെ, അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും, ഇഫ് ദ വേർഡ് ഈസ് ഈക്വൽ ടു വിൻ മണി ദെൻ സ്പാം, ഓക്കെ, എൽസ് നോട്ട് സ്പാം. ആ രീതിയിൽ കണ്ടീഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും എവിടെ, കൺവെൻഷണൽ പ്രോഗ്രാമിങ്ങിൽ. പക്ഷേ മെഷീൻ ലേണിങ്ങിൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഡേറ്റ കൊടുക്കുന്നു, ഡേറ്റയുടെ കൂടെ ആ റിയൽ ഔട്ട്പുട്ടും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദ റിസൾട്ട് that the mail is a spam or not a spam. ആ റിയൽ സാധനം കൂടെ നമ്മൾ കൊടുക്കും. അത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സിസ്റ്റത്തിനെ പഠിപ്പിക്കുന്നത്. ആ പഠിച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റം ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ അടുക്കളയിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ചിലപ്പോൾ കുക്കിംഗ് എക്സ്പേർട്സ് ആയിരിക്കും. അപ്പം കുക്കിങ്ങിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ, ഓക്കെ, മേ ബി അയാൾ ബിരിയാണി കുക്ക് ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരാൾ ബിരിയാണി കുക്ക് ചെയ്തതിൽ എക്സ്പേർട്ടാണ്, യെസ്, ഫൈൻ. ആൻഡ് അടുത്ത പ്രാവശ്യം അയാൾ ബിരിയാണി കുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കൈൻഡ് ഓഫ് വേറൊരു തരത്തിലുള്ള ഒരു അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അരി ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധാരണ ഇവർ ബിരിയാണി ഉണ്ടാക്കാൻ കുക്ക് ചെയ്യുന്ന അരി അല്ല എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവ് എത്രയാണെന്നോ അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആ കുക്കിംഗ് എക്സ്പേർട്ടിന് ഉണ്ടാവില്ല. പക്ഷേ അയാളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ബെറ്റർ ആക്കാം എന്നുള്ള അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അയാളിങ്ങനെ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ അയാളിങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ നിന്നും അയാൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇതെങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത്. സോ സെയിം സാധനമാണ്, നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സെയിം ഹാപ്പൻസ് വിത്ത് മെഷീൻസ് ഓൾസോ. സോ അതാണ് നമ്മുടെ കൺവെൻഷണൽ പ്രോഗ്രാമിങ്ങും മെഷീൻ ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കീ ടൂൾസ് ഇൻ ML. മെഷീൻ ലേണിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന കീ ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, ദ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്
പൈത്തൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ പൈത്തൺ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് മാൻഡേറ്ററി. പൈത്തൺ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് ചെയ്യുക എന്നുള്ളതാണ് മിക്ക ഇൻഡസ്ട്രീസും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ആരെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓൾസോ ഉണ്ട്, ബട്ട് ഇപ്പം ഇൻഡസ്ട്രീസ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് പൈത്തൺ ആണ്. സോ പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് പഠിക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ ഇംഗ്ലീഷ് പോലെയാണ് നമ്മുടെ പൈത്തൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് ഹെഡർ ഫയൽസ്, സാധാരണ കോഡൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഹെഡർ ഫയൽസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉള്ള മറ്റുള്ള പ്രോഗ്രാമിംഗ് ലിസ്റ്റ് നമ്മൾ 5 ലൈൻസ് ഓഫ് കോഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൻ്റെ കേസിൽ അത് 1-2 ലൈൻസിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ആൻഡ് പൈത്തൻ്റെ കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആൻഡ് അത് മാത്രമല്ല നമുക്ക് അത് ഉപയോഗിച്ച് എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാം, വെബ്സൈറ്റ്സ് അത് ഇത് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇറ്റ്സ് വെരി റിച്ച് ഇൻ എ ലോട്ട് ഓഫ് ലൈബ്രറീസ്. ലൈബ്രറീസ് എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് ലൈബ്രറീസ്, NLP റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറീസ്, കമ്പ്യൂട്ടർ വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറീസ്, പിന്നെ അതേപോലെ ഡീപ്പ് ലേണിങ്ങിന് ആവശ്യമുള്ള ലൈബ്രറീസ് ലൈക്ക് ടെൻസർഫ്ലോ, കേറാസ്, പൈടോർച്ച്, അങ്ങനെ ഒരുപാട് ലൈബ്രറീസിനെയും ഫ്രെയിം വർക്ക്സിനെയും പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൈത്തൺ ഇറ്റ് ഇസ് മാൻഡേറ്ററി. നെക്സ്റ്റ് വൺ പാൻഡാസ്. ഈ പാൻഡാസ് എന്ന് പറയുന്നത് നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റ മാനിപ്പുലേഷൻ ലൈബ്രറിയാണ്. ഡേറ്റയിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് പാൻഡാസ് എന്ന് പറയുന്നത്. സോ ഈ പാൻഡാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡേറ്റയിലുള്ള പ്രീ പ്രോസസ്സിങ് ടാസ്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ പാൻഡ ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത ഒരു ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്നത്. സോ മാറ്റ്പ്ലോട്ട്ലിബ് നമ്മുടെ മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ എന്നല്ല, ഡേറ്റ വിഷ്വലൈസേഷൻ്റെ കേസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് മാറ്റ്പ്ലോട്ട്ലിബ്. മെട്രിക്സ് പ്ലോട്ടിംഗ് ലൈബ്രറി എന്നാണ് ആക്ച്വലി അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഡേറ്റ വിഷ്വലൈസേഷൻ ലൈബ്രറി നമുക്ക് ആവശ്യമാണ്. അതുകൂടാതെ പൈത്തണിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഡേറ്റ വിഷ്വലൈസേഷൻ ലൈബ്രറിയാണ് സീബോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മാറ്റ്പ്ലോട്ട്ലിബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത വിഷ്വൽസ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള വിഷ്വൽസ്, ബെറ്റർ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് സീബോൺ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കംസ് NumPy. NumPy സ്റ്റാൻഡ്സ് ഫോർ ന്യൂമെറിക്കൽ പൈത്തൺ. അപ്പോൾ ന്യൂമെറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ, ദാറ്റ് ഈസ് അറേ ബ്രോഡ്കാസ്റ്റിംഗ്, അറേ മൾട്ടിപ്ലിക്കേഷൻ, അറേ അഡീഷൻ, ദാറ്റ് ഈസ് ആക്ച്വലി മെട്രിക്സ് അഡീഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും നമുക്കിവിടെ NumPy ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ന്യൂമെറിക്കൽ പൈത്തൺ. അതിൻ്റെ പേര് പോലെ തന്നെ ന്യൂമെറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകളാണ് നമ്മൾ NumPy ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് കംസ് scikit-learn. scikit-learn എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് scikit-learn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. സോ അതിനെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ എന്ത് ടാസ്കുകളാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ദാറ്റ് ഈസ് ആ ഒരു scikit-learn എന്ന് പറയുന്ന ലൈബ്രറിയുടെ അണ്ടറിൽ ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മൊഡ്യൂൾസിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടാസ്കുകൾ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ടൂൾസ് മെഷീൻ ലേണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ML വർക്ക് ഫ്ലോ. ഒരു മെഷീൻ ലേണിംഗ് ടാസ്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ വർക്ക് ഫ്ലോ എന്തൊക്കെയാണ്, സോ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഡേറ്റ കളക്ഷൻ. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡേറ്റ കളക്ഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഡേറ്റ പ്രീ പ്രോസസ്സിങ്. ഡേറ്റ പ്രീ പ്രോസസ്സിങ് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ആക്ച്വലി ക്ലീനിങ് ടാസ്ക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഗെയിൻ നമ്മൾ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ പല സോഴ്സുകളിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഒരിക്കലും ക്ലീൻ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കണം. ആ ക്ലീൻ ചെയ്തെടുക്കുന്ന സ്റ്റെപ്പാണ് ഡേറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഡേറ്റ പ്രീ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് സബായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റുള്ള പല അനോമാലീസ് ലൈക്ക് ഡേറ്റയിൽ സ്ക്യൂനെസ് ഉണ്ടായിരിക്കാം, ഔട്ട്ലയേഴ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ പല
ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ അത്ര പല അനോമാലീസ് നമ്മുടെ ഡേറ്റയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് EDA ഓർ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. എന്താണ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്? നമ്മുടെ ഡേറ്റയെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡേറ്റയുടെ ഓരോ മുക്കും മൂലം നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ കംസ് ഫീച്ചർ എൻജിനീയറിംഗ്. അപ്പം നമ്മുടെ ആ ഒരു ഡേറ്റ സെറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പല കോളംസ് ഉണ്ടാവാതിരിക്കാം അല്ലേ. അപ്പോൾ നമുക്കിപ്പം പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്കൊരു കോളം ക്രിയേറ്റ് ചെയ്തെടുക്കാം. അത് മാത്രമല്ല മറ്റുള്ള ഒരുപാട് ടാസ്കുകൾ ഈ ഫീച്ചർ എൻജിനീയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കൂടാതെ വരുന്ന മറ്റൊരു ടാസ്ക്കാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഫീച്ചർ എൻജിനീയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടാസ്ക്കാണ് ഫീച്ചർ എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കമ്പ്യൂട്ടേഴ്സിന് ന്യൂമറിക്കൽ ഡേറ്റ മാത്രമാണ് മനസ്സിലാവുക എന്നുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ന്യൂമറിക്കൽ ആയിരിക്കണം എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, ബിക്കോസ് ഡേറ്റ എന്ന് പറയുമ്പോൾ പലതരത്തിലാണല്ലോ ഡേറ്റ ഉള്ളത്. ഞാൻ ഓൾറെഡി ഒരു ഡേറ്റ സെറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡേറ്റ സെറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡേറ്റയിൽ കാറ്റഗറിക്കൽ കോളംസ് ഉണ്ട്. എന്താണ് കാറ്റഗറിക്കൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്. ഇപ്പം എൻ്റെ പേര് പറയുകയാണെങ്കിൽ അതെന്താണ്? ഒരു കാറ്റഗറിക്കൽ ഡേറ്റ. ഒരു സ്റ്റേറ്റിൻ്റെ പേര്, അതൊരു കാറ്റഗറിക്കൽ ഡേറ്റ. ഒരു പ്രോഡക്റ്റിൻ്റെ പേര്, ലാപ്ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അതൊരു കാറ്റഗറിക്കൽ ഡേറ്റയാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ സ്ട്രിങ്സ് ആയിട്ട് എഴുതുന്നതിനൊക്കെ നമുക്ക് കാറ്റഗറിക്കൽ ഡേറ്റ എന്ന് പറയും. സോ അത്തരത്തിലുള്ള കാറ്റഗറിക്കൽ ഡേറ്റയിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ന്യൂമറിക്കൽ ഡേറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ആ ഒരു കൺവേർഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് നമുക്ക് MLന്റെ അണ്ടറിൽ അവൈലബിൾ ആണ്. ലൈക്ക് വൺ ഹോട്ട് എൻകോഡിംഗ്, ഡമ്മി എൻകോഡിംഗ്, ലേബൽ എൻകോഡിംഗ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആണ് ഫീച്ചർ എൻകോഡിങ്ങിൻ്റെ അണ്ടറിൽ. അപ്പോൾ അത് ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ കംസ് ഫീച്ചർ സെലക്ഷൻ. എന്താണ് ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫീച്ചർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ ഒരുപാട് കോളംസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത്രയും കോളംസ് ചിലപ്പോൾ ആവശ്യം വരില്ല. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കോളംസ് മാത്രം സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫീച്ചർ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫീച്ചർ സെലക്ഷൻ ചെയ്യാനായിട്ടും മെഷീൻ ലേണിങ്ങിൻ്റെ അണ്ടറിൽ ഒരുപാട് അൽഗോറിതംസ് അവൈലബിൾ ആണ്. പിന്നെ സ്പ്ലിറ്റ് ഡേറ്റ ഇൻറ്റു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്സ്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റേനെ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ഡേറ്റ കൊടുക്കുന്ന സമയത്ത്, മെഷീൻസിന് ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതിനൊരിക്കലും മൊത്തത്തിൽ കൊടുക്കില്ല. അതിനെ നമ്മൾ ആക്ച്വലി സ്പ്ലിറ്റ് ചെയ്യും. അതായത് നമ്മുടെ എൻറ്റയർ ഡേറ്റ സെറ്റിലുള്ള 80% ഡേറ്റ ട്രെയിനിങ്ങിനും ബാക്കി റിമൈനിങ് 20% ഓഫ് ഡേറ്റ ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് കൊടുക്കും. ഓക്കെ, കാരണം ഞാനിപ്പം ഓൾറെഡി ആ ഒരു സ്കൂളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡേറ്റ തരും, അത് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നു. എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് തരും, അതിന് നമ്മൾ ആൻസർ കൊടുക്കുന്നു അല്ലേ. സെയിം സാധനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ കുറേ ഡേറ്റ കൊടുക്കും, ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ നമ്മളവിടെ മാറ്റി വെച്ചിടാം. അപ്പോൾ ആ ഒരു ഡേറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ഫീച്ചർ സ്കെയിലിംഗ്. ഫീച്ചർ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഡേറ്റയിൽ പലതും പല ഫോർമാറ്റ്സിലായിരിക്കും ഉണ്ടാവുക. പല ഫോർമാറ്റ് ഇൻ ദ സെൻസ് പല യൂണിറ്റ്സിലായിരിക്കും ഉണ്ടാവുക. യൂണിറ്റ്സിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് കിലോമീറ്റേഴ്സിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റേഴ്സിനെ കിലോമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഒരിക്കലും കിലോമീറ്ററും മീറ്ററും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺവേർഷൻസ്, ദാറ്റ് ഈസ് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഫീച്ചർ സ്കെയിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഫീച്ചർ സ്കെയിലിംഗ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ലൈക്ക് സ്റ്റാൻഡേർഡ് സ്കെയിലർ, മിൻമാക്സ് സ്കെയിലർ, അതും എവിടെ അവൈലബിൾ ആണ്? അത് മെഷീനിലാണെങ്കിൽ അവൈലബിൾ ആണ്, ഫീച്ചർ സ്കെയിലിംഗിൻ്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ബിൽഡിംഗ് ദ മെഷീൻ ലേണിംഗ് മോഡൽ. അപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കുന്നത്? മെഷീൻ ലേണിങ്ങിൽ അതിൻ്റേതായിട്ടുള്ള അൽഗോറിതംസ് ഉണ്ട്, ഒരുപാട് അൽഗോറിതംസ് ഉണ്ട്. ലൈക്ക് ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ നമുക്ക്
ഒരു ലൈക്ക് റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ, പിന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ക്ലസ്റ്ററിങ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പം നമ്മുടെ ടാസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഏത് അൽഗോറിതംസ് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ. ആ അൽഗോറിതംസ് ഡെവലപ്പ് അല്ലെങ്കിൽ ആ അൽഗോറിതംസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് കിട്ടുന്നത്. സോ വൺസ് മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം മോഡൽ ഇവാലുവേഷൻ. വൺസ് മോഡൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മോഡലിൻ്റെ പെർഫോമൻസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ടീച്ചേഴ്സ് നമ്മുടെ ആൻസർ പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കോർ ടീച്ചേഴ്സിന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ആക്ച്വലി ടെസ്റ്റിംഗ്. നമ്മളെ ടെസ്റ്റ് ചെയ്യണം, നമ്മൾ എത്ര നന്നായിട്ട് പഠിച്ചു അല്ലെങ്കിൽ എത്ര സ്കോർ ചെയ്തു. സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ്. സോ അത്തരത്തിലുള്ള ഒരു ടെസ്റ്റിംഗ് നമ്മൾ എവിടെയും ചെയ്യുന്നുണ്ട്, ഇവിടെയും ചെയ്യുന്നുണ്ട്. അതാണ് മോഡൽ ഇവാലുവേഷൻ. സോ മോഡൽ ഇവാലുവേഷനായിട്ട് നമുക്ക് ഒരുപാട് ഇവാലുവേഷൻ മെട്രിക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് എന്താണ്? നമ്മുടെ പെർഫോമൻസ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ, ഓക്കെ, മോഡലിൻ്റെ പെർഫോമൻസ് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ ആ പെർഫോമൻസിനെ ബെറ്റർ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ പെർഫോമൻസ് എക്സാമിൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് എന്തെങ്കിലും ടെക്നിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ലൈക്ക് ഒരു റീടെസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പെർഫോമൻസിനെ ബെറ്റർ ആക്കുക. ആ ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് സേവിങ് ദി മോഡൽ. വൺസ് മോഡലിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മോഡലിനെ സേവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മോഡൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു റിയൽ ആപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ മോഡൽ സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസ് ഓൾസോ നമുക്ക് മെഷീൻ ലേണിംഗിൽ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ ആഫ്റ്റർ സേവിങ് ദ മോഡൽ യു ഹാവ് ടു ടെസ്റ്റ് വിത്ത് ദി അൺസീൻ ഡേറ്റ. അൺസീൻ ഡേറ്റ എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നമ്മൾ മെഷീനിലേക്ക് ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതിനെ ട്രെയിനിങ് പാർട്ടായിട്ടും ടെസ്റ്റിംഗ് പാർട്ടായിട്ടും സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ളത്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് ലൈക്ക് അത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അതിന് പുറമേ നിന്നും വരുന്ന ഒരു ഡേറ്റയാണ് ഇനി നമ്മൾ മെഷീനിലേക്ക് കൊടുക്കുക. സോ ദാറ്റ് ഈസ് കോൾഡ് ടെസ്റ്റ് വിത്ത് അൺസീൻ ഡേറ്റ. ആൻഡ് ദെൻ ഫൈനലി കംസ് മോഡൽ ഡിപ്ലോയ്മെൻറ്റ്. സോ മോഡൽ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരിക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡൽ ഡിപ്ലോയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പല ക്യാമറ ആപ്സ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ്, ലൈക്ക് കണ്ണട വയ്ക്കുന്ന ഫിൽറ്റേഴ്സ്, തലയിൽ കൂടെ ബട്ടർഫ്ലൈസ് പോകുന്ന ഫിൽറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് ഈ ക്യാമറ ആപ്സിൽ കൂടെ ആക്സസ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ എടുക്കുന്ന സമയത്ത് ആ കണ്ണിൽ കറക്റ്റായിട്ട് കണ്ണിൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ണട വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ബിക്കോസ് അവർ ആ ഒരു സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള അത്ര ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു സ്പേസിൽ കണ്ണട വെച്ച് കൊടുത്ത് ആ ഒരു മെഷീൻ ഉപയോഗിച്ച് ആ ഒരു മോഡലിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ്. സെയിം ആ ഒരു സാധനം അവർ ആ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ ഈ ഒരു ആപ്പിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ആപ്പിലേക്ക് ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, സോ ആ ആപ്പ് ഇനി ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇനി എന്താ പഴയ ഡേറ്റകളൊന്നും വേണ്ട, ഞാൻ കൊടുക്കുന്ന പുതിയ ഡേറ്റ ഉപയോഗിച്ച് അവർക്ക് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ആ മോഡൽ ഓൾറെഡി ട്രെയിൻഡായിട്ട് പെർഫോമൻസ്, ദാറ്റ് ഇസ് ടെസ്റ്റിങ്ങും പാസ്സായി നല്ല രീതിയിൽ പെർഫോമൻസും വന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പുതിയ ഡേറ്റ കൊടുക്കുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ വർക്ക് ഫ്ലോവിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ ഡേറ്റ എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡേറ്റ എന്ന് പറയുമ്പോൾ ഞാനൊരു പേര് പറയുകയാണെങ്കിൽ അതൊരു ഡേറ്റയാണ്, ഏജ് പറയുമ്പോൾ അതൊരു ഡേറ്റയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ വെറും ഏജും പേരും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മെഷീൻ ലേണിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എത്തരത്തിലുള്ള ഡേറ്റയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ആ ഒരു ഡേറ്റ എന്താണ്? അപ്പോൾ അത്തരത്തിലുള്ള ഡേറ്റ സെറ്റിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഐറസ് എന്ന് പറയുന്ന ഒരു ഫ്ലവറിൻ്റെ ഡേറ്റ സെറ്റാണ്. ഐറസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്ലവറാണ്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ്
ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരിക? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ പെടും? സെപ്പലിൻ്റെ ലെങ്ത്ത്, സെപ്പലിൻ്റെ വിട്ട്, പെറ്റൽ ലെങ്ത്ത്, പെറ്റൽ വിട്ട്, അതായത് നമ്മൾ ഇതളുകൾ എന്ന് പറയുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിട്ടും ഒക്കെയാണ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു പൂവിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പൂക്കളുടെ ഡേറ്റയാണ് ഇവിടെയുള്ളത്. സോ ഐറിസ് ഡേറ്റ സെറ്റിൽ ഒരു 150 റോസ് ഓഫ് ഐറിസ് ഫ്ലവേഴ്സിൻ്റെ ഡേറ്റയാണുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ 5 പൂക്കളുടെ ഡേറ്റയാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തെ കോളം എന്താണ്? സെപ്പൽ ലെങ്ത് ആണ്. ഇത് ഒരു ഡേറ്റ. സോ ഇത് ആക്ച്വലി എന്താണ്? ഒരു കോളമാണ് അല്ലേ. ഇതൊരു കോളമാണ്, ഫസ്റ്റ് കോളം. അടുത്തത് എന്താണ്? സെപ്പൽ വിത്ത് എന്നത്. സോ അതാണ് നമ്മുടെ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത്. അതുപോലെ പെറ്റൽ ലെങ്ത്, പെറ്റൽ വിത്ത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡേറ്റയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിനെ വിളിക്കുക? ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കോളംസ് എന്ന് വിളിക്കാം. ഓക്കെ, അതല്ലാതെ പറയുന്ന മറ്റൊരു പേരുണ്ട് വേരിയബിൾസ്. വേരിയബിൾസ് എന്നും നമുക്ക് എന്തിനെ പറയാം? ഈ കോളംസിനെ പറയാം. ഇനി ഈ സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു കോളം, ആ കോളത്താണ് നമ്മൾക്ക് ഏത് പൂവാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ 5.1 എന്ന സെപ്പൽ ലെങ്ത് ഉള്ള ഒരു പൂവ്, അതിൻ്റെ സെപ്പൽ വിത്ത് 3.5 ആണ്, പെറ്റൽ ലെങ്ത് 1.4 ആൻഡ് ദെൻ പെറ്റൽ വിത്ത് എന്ന് പറയുന്നത് 0.2. സോ ഒരു പൂവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ആ ഫ്ലവർ സെറ്റോസ എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ് പെടുന്നത്. സോ ഐറിസ് എന്ന് പറയുന്ന ഫ്ലവറിന് പൊതുവെ 3 സ്പീഷീസാണ് വരുന്നത്. ഒന്ന് സെറ്റോസ, ഒന്ന് വേഴ്സിക്കളർ ആൻഡ് ദെൻ വെർജീനിക്ക. ഇങ്ങനെ 3 സ്പീഷീസ് എന്ന് പറയുമ്പം മറ്റൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഈ റോസ് എന്ന് പറയുന്ന ഫ്ലവറിന് പലതരത്തിലുള്ള റോസുകളുണ്ട് അല്ലേ. യെല്ലോ റോസ് ഉണ്ട്, വൈറ്റ് റോസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ പല കളറിലുള്ള റോസുകളുണ്ട്. അപ്പം അതൊക്കെ എന്താണ്? ഓരോ സ്പീഷീസാണ്. അതേപോലെ തന്നെ ഐറിസ് എന്ന് പറയുന്ന ഫ്ലവറിനും ഓരോ സ്പീഷീസ് ഉണ്ട്, 3 സ്പീഷീസ് ഉണ്ട്. സോ അതിലൊരു സ്പീഷീസിൻ്റെ ഡേറ്റയാണ് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്താണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ആക്ച്വലി സ്പീഷീസ്. അതായത് ഇന്ന ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഇന്ന വിത്തുള്ള പൂവാണെന്നുണ്ടെങ്കിൽ അതിന് സ്പീഷീസ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ലെങ്ത് ഉള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് സ്പീഷീസ് ആയിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. സോ വാട്ട് എവർ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇസ് കോൾഡ് ദ ടാർഗറ്റ് വേരിയബിൾ. ഓക്കെ, സോ മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ ടാർഗറ്റ് വേരിയബിൾ എന്ന് പറയുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റ് വേരിയബിൾ. വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഇസ് കോൾഡ് എ ടാർഗറ്റ് വേരിയബിൾ. സോ ഈ ടാർഗറ്റ് വേരിയബിളൊക്കെ മെയിൻലി വരുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസിലാണ്. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോറി, നൗ മനസ്സിലാക്കുക, അതാണ് ടാർഗറ്റ് വേരിയബിൾ. ഈ ടാർഗറ്റ് വേരിയബിളിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ y എന്ന് പറഞ്ഞിട്ടും കൂടി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കുള്ളത് മറ്റുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് അല്ലേ. സെപ്പൽ ലെങ്ത്ത്, സെപ്പൽ വിത്ത്, പെറ്റൽ ലെങ്ത്ത്, പെറ്റൽ വിത്ത്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പേരാണ് എക്സ് ഫീച്ചേഴ്സ്. ഓക്കെ, എക്സ് ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ എക്സ് ഫീച്ചർ എന്ന് പറയുന്നതും വൈ ഫീച്ചർ എന്ന് പറയുന്നതും മെഷീൻ ലേണിങ്ങിൽ, എസ്പെഷ്യലി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഒരു ടാർഗറ്റ് വേരിയബിൾ മാൻഡേറ്ററി ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റത്തിന് ഡേറ്റ കൊടുത്ത് അതിനെ പഠിപ്പിക്കുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെഷീനിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഡേറ്റ കൊടുക്കുന്ന സമയത്ത് ആ ഡേറ്റയുടെ കൂടെ തന്നെ അതെന്ത് തരം ഡേറ്റയാണ് എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു മെഷീനിന്. സോ അത്തരത്തിൽ ഡേറ്റയും അതിൻ്റെ ആൻസറും കൂടെ കൊടുത്ത് മെഷീനിനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്ന രീതിയാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ അത്തരത്തിലുള്ള സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസിൽ ടാർഗറ്റ് വേരിയബിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ബട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇതുപോലെ ടാർഗറ്റ് വേരിയബിൾ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഫീച്ചേഴ്സ് എന്താണ്, വേരിയബിൾസ് എന്താണ്, കോളംസ് എന്താ, എക്സ് ഫീച്ചേഴ്സ് എന്താ, വൈ ഫീച്ചർ എന്താ, വാട്ട് ഈസ് ദ ടാർഗറ്റ് വേരിയബിൾ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പം ജസ്റ്റ് അതിന് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം മനസ്സിലാക്കുക, ഈ ഓരോ കോളംസ്, ഓക്കെ, അതായത് പെറ്റൽ വിട്ട് വരെയുള്ള കോളംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ വേരിയബിൾസ്, അല്ലെങ്കിൽ കോളംസ്. ഇനി അതും അല്ലാതെ നമ്മളതിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും കൂടെ വിളിക്കും. ഇൻഡിപെൻഡൻറ്റ്
ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഓക്കെ, ഇങ്ങനെ ഒരു പേരും കൂടിയുണ്ട്. ഓക്കെ, ആൻഡ് ടാർഗറ്റ് വേരിയബിളിനെ മറ്റൊരു പേരും കൂടെ വിളിക്കും, ആൻഡ് ദാറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും. ബിക്കോസ് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പൂവും എന്ത് പൂവാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, മറ്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സാധനം. അപ്പോൾ അത് ഡിപ്പെൻഡൻറ്റ്, അതല്ലാത്തത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡേറ്റ സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഈ ഡേറ്റ സെറ്റിൻ്റെ ടാർഗറ്റ് എന്താണ്? സ്പീഷീസ് എന്ന് പറയുന്ന കോളമാണ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 3 സ്പീഷീസ് ആണുള്ളത് അല്ലേ? സെറ്റോസ, വെർസിക്കള, വെർജിനിക്ക, അങ്ങനെ 3 സ്പീഷീസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ഡേറ്റ സെറ്റ് കാണിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെയും എനിക്ക് ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഡേറ്റ സെറ്റാണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എത്രത്തോളം, ഒരു എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. ഓക്കെ, പെർഫോമൻസ് ഇൻഡെക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ് വേരിയബിൾ. ആൻഡ് ടാർഗറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കാരണം എന്താണ്? ഒരു കുട്ടി എത്ര അവേഴ്സ് പഠിച്ചു, ആ കുട്ടിയുടെ കഴിഞ്ഞ എക്സാമിനുള്ള സ്കോർ എത്രയാണ്, ആ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, എത്രയാണ് ആ കുട്ടിയുടെ സ്ലീപ്പിംഗ് അവേഴ്സ്, എത്ര സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 91 ആണ്. അതായത് ആ കുട്ടി എത്ര നേരം പഠിച്ചു, ആ കുട്ടിയുടെ സ്കോർ എത്രയാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, സ്ലീപ്പിംഗ് അവേഴ്സ് ഉണ്ടോ. സോ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ഇരിക്കുന്നത്. അതായത് നമ്മൾ എത്ര നേരം പഠിക്കുന്നു, എത്ര നേരം ഉറങ്ങുന്നു, നമ്മുടെ പ്രീവിയസ് കോഴ്സ് എന്താണ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ഇരിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള റോസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെയ്യുന്ന ഓരോന്നിൻ്റെയും കാര്യങ്ങളനുസരിച്ചിട്ടാണ് ഈ പെർഫോമൻസ് ഇൻഡെക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ ഡീറ്റെയിലിംഗ് നോക്കൂ. അപ്പോൾ അവർ സ്റ്റഡീഡ് എന്ന് പറയുന്നത് 4 hours ആണ്. ആ കുട്ടിയുടെ പ്രീവിയസ് സ്കോർ 82 ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല. എത്ര നേരം ഉറങ്ങി? 4 മണിക്കൂർ ഉറങ്ങി. എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തു? 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തു. പെർഫോമൻസ് ഇൻഡെക്സ് വരുന്നത് എത്രയാണ്? 65. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടികളുടെയും ഓരോ കാര്യങ്ങളിലും അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈമിങ്ങും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് അവരുടെ പെർഫോമൻസ് ഇൻഡെക്സ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള കോളംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടാർഗറ്റും എന്തുണ്ടാവും? നമുക്ക് ഉണ്ടാവാം. സോ അതെന്ത് തരം ടാർഗറ്റ് വേരിയബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കണം. പക്ഷേ അതിന് മുൻപായിട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ് എന്നുള്ളതിൻ്റെ ഡിഫറൻസും കൂടെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. ഓക്കെ, സോ യെസ്, മെഷീൻ ലേണിങ്ങിൻ്റെ ടൈപ്സ്. അപ്പോൾ മെഷീൻ ലേണിംഗ് നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി അതിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് അറിയാം. ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ തന്നെ വരുന്ന 2 കാറ്റഗറീസാണ്, ഒന്ന് റിഗ്രഷൻ, ഒന്ന് ക്ലാസിഫിക്കേഷൻ. അതേപോലെ അൺസൂപ്പർവൈസ്ഡ് അൽഗോറിതംസിൻ്റെ കേസിൽ വരുന്ന അല്ലെങ്കിൽ അൺസൂപ്പർവൈസ്ഡിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ് ഒന്ന് ക്ലസ്റ്ററിങ് ആൻഡ് അടുത്തത് അസോസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലാണ് വരുന്നത്. സോ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോറിതംസ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ എന്താ ചെയ്യുക? നമ്മളൊരു സിസ്റ്റത്തിന് ഡേറ്റ കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ ഡേറ്റയുടെ കൂടെ അതെന്ത് തരം ഡേറ്റയാണ്, സോ അതിൻ്റെ കൂടെ നമ്മളൊരു ആൻസറും കൂടെ കൊടുത്ത് മെഷീനിനെ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് വിളിക്കുന്നത്? സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ ഒരു ഐറിസ് ഡേറ്റ സെറ്റ് പോലെ തന്നെ നമ്മൾ പൂക്കളുടെ ലെങ്ത്തും വിത്തും ഒക്കെ കൊടുത്തു, എന്നിട്ട് അത് ഏത് തരം പൂവാണ് എന്നുള്ള ഒരു ഡേറ്റയും കൂടെ നമ്മൾ മെഷീനിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് ഡേറ്റ കൊടുക്കുമ്പോഴും അത് എന്തൊരു തരം ഡേറ്റയാണെന്ന് മെഷീനിന് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. സോ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അവിടെ ഡേറ്റ എന്ന് പറയുന്നത് ഓൾറെഡി ലേബിൾഡ് ആയിരിക്കും. ദാറ്റ് ഈസ് അവിടെ ഒരു ടാർഗറ്റ് കോളം ഉണ്ടാവും. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു നമുക്ക് ഡേറ്റയുടെ കേസിൽ ഒരു ടാർഗറ്റ് കോളം ഉണ്ടാവും. ആ ടാർഗറ്റ് കോളം ഇല്ല എങ്കിൽ, അത്തരത്തിലൊരു ടാർഗറ്റ് കോളം ഇല്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ ദ ഡേറ്റ ഈസ് ഓൾറെഡി ലേബിൾഡ്, which means you know the target variable. Using this method of learning, systems can predict the future outcomes based on the past data. So നമ്മൾ കൊടുക്കുന്ന
പഴയ ഡേറ്റകൾ അനുസരിച്ച് അവർക്ക് എന്ത് തരം ഡേറ്റയാണെന്നുള്ളത് മനസ്സിലാവും. ഓൾസോ ഒരു പുതിയ തരം ഡേറ്റ നമ്മൾ പിന്നീട് കൊടുക്കുമ്പം അത് എന്ത് തരം ഡേറ്റയാണെന്നുള്ളത് മെഷീൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരുന്നു. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റിഗ്രഷൻ ആൻഡ് ദെൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ റിഗ്രഷൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഒരുപാട് അൽഗോറിതംസ് വരുന്നുണ്ട്. ലീനിയർ റിഗ്രഷൻ, ഡിസിഷൻ ട്രീ റിഗ്രസർ, റാൻഡം ഫോറസ്റ്റ് റിഗ്രസർ, അങ്ങനെ പലതും. അതേപോലെ ക്ലാസിഫിക്കേഷൻ്റെ കേസിലാണെങ്കിലോ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഉണ്ട്, റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ഉണ്ട്. അങ്ങനെ പല കേസുകളാണ് വരുന്നത്. ഇനി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സിസ്റ്റത്തിന് കുറച്ച് എന്ത് കൊടുത്തു, കുറച്ച് ഡാറ്റകൾ കൊടുത്തു. എന്താണ് ഡാറ്റ? ആപ്പിൾസിൻ്റെ ഇമേജസ് ആണ് ഞാൻ സിസ്റ്റത്തിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഓൾസോ ഈ ഡേറ്റകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സിസ്റ്റത്തിന് പറഞ്ഞും കൂടി കൊടുക്കുകയാണ് എന്താണ്, ദേ ആർ ആപ്പിൾസ്. ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജ് ഇതുപോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്ര റെഡാണ്, എൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ദെൻ ദോസ് ആർ ആപ്പിൾസ് എന്ന് ഞാൻ സിസ്റ്റത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു തരത്തിലുള്ള ആപ്പിൾ, പലതരത്തിലുള്ള ആപ്പിൾ ഉണ്ടല്ലേ, അപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ആപ്പിൾസ് ഉണ്ട്. ഇനി പുറത്തുനിന്ന് ഒരു വിദേശിയായിട്ടുള്ള ഒരു ആപ്പിൾ വരികയാണ്. ഓക്കെ, ആ ആപ്പിൾ സിസ്റ്റത്തിലേക്ക് വരികയാണ്. അപ്പോൾ സിസ്റ്റത്തിന് എന്ത് മനസ്സിലാക്കണം, ഓൾറെഡി ആപ്പിൾസിൻ്റെ ടെക്സ്ചറും ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഈ മെഷീൻ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും വിദേശിയായിട്ടുള്ള മറ്റൊരു ആപ്പിൾ വരുന്ന സമയത്ത് അതെന്ത് തരം ആപ്പിളാണ്, അല്ലെങ്കിൽ അത് ആപ്പിൾ ആണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി മെഷീനിന് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്തിൽ കൂടെ? സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ കൂടെ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് വിളിക്കുന്നത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഇനി നമുക്ക് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ തന്നെ വരുന്ന രണ്ട് കാറ്റഗറീസ്, അതായത് റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കേസിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ പ്രെഡിക്റ്റ് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? അത് റിഗ്രഷനാണ്. കുറച്ച് മുമ്പ് നമ്മളൊരു പെർഫോമൻസ് ഇൻഡെക്സിൻ്റെ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 91, 82, 72, അങ്ങനെ ഒരുപാട് സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്കോർ ആണെങ്കിൽ ദെൻ യു കോൾ ഇറ്റ് റിഗ്രഷൻ. നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിഗ്രഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ കണ്ടിന്യൂസ് അല്ല, സേ ഇഫ് ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് കാറ്റഗറിക്കൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ കോൾ ഇറ്റ് ക്ലാസിഫിക്കേഷൻ. സേ ഇപ്പോൾ ഡിസ്ക്രീറ്റ് കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് ഒരു ഐറിസ് ഡേറ്റാ സെറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അതിൽ 3 ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിലത്തെ വാല്യൂസ് എന്താണ്? ഡിസ്ക്രീറ്റ് ആണല്ലേ. അതിലത്തെ വാല്യൂസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? സെറ്റോസ, വെർസിക്കള, വെർജിനിക്ക, അങ്ങനെ 3 സ്പീഷീസാണ്, 3 കാറ്റഗറീസാണ് അല്ല. അങ്ങനെ നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ ഇറ്റ് കംസ് അണ്ടർ ക്ലാസിഫിക്കേഷൻ. ഇനി മറ്റൊരു എക്സാമ്പിളാണ്, ഒരാൾക്ക് ലോണ് അപ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ലോൺ അപ്രൂവ് ചെയ്യണോ വേണ്ടയോ, യെസ് ഓർ നോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ദാറ്റ് അഗെയിൻ ഈസ് എ കാറ്റഗറിക്കൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്കൽ കോളമാണ്. സോറി. ആൻഡ് അത്തരത്തിലുള്ള കോളം വരികയാണെങ്കിൽ ദെൻ യു കോൾ ഇറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാർഗറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണോ അതോ റിഗ്രഷൻ പ്രോബ്ലം ആണോ എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിഗ്രഷനുള്ള മോർ എക്സാമ്പിൾസ് ആണ് സ്റ്റോക്ക് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസിൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും? അതൊരിക്കലും കാറ്റഗറിക്കലായിരിക്കില്ല അല്ലേ, വാല്യൂസ് ആയിരിക്കും വരിക. അപ്പോൾ അത്തരത്തിലുള്ളതിന് പ്രോബ്ലംസൊക്കെ റിഗ്രഷനിൽ പെടുന്നു. അതേപോലെ ടെമ്പറേച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അതൊരു കണ്ടിന്യൂസ് ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ അകത്ത് നമുക്കൊരു ലിമിറ്റ് പറയാൻ പറ്റില്ല, ഇത്രേ അതിൽ വരുള്ളൂ, ഇത്ര വാല്യൂസ് അതിൽ വരുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, അത് കൗണ്ടബിൾ ആയിരിക്കില്ല. സോ അത്തരത്തിലുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അത് റിഗ്രഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ്റെ കേസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് വന്നിട്ടുള്ള മെയിൽ സ്പാം ആണോ സ്പാം അല്ലയോ, യെസ് ഓർ നോ. അത്തരത്തിൽ പല കാറ്റഗറീസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അത് കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടാർഗറ്റ് വേരിയബിൾസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ കോൾ ഇറ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഒരു മെഷീൻ ലേണിംഗ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ അൽഗോരിതംസ് ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അതാണ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് നോക്കാം. ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈല് ഞാനൊരു ക്ലാസിഫിക്കേഷൻ മോഡലിന് കൊടുത്തു.
അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തത് പാസ് ഓർ ഫെയിൽ. അങ്ങനെ 2 കാറ്റഗറീസാണ് ഇവിടെ ഉള്ളത്. സോ അതെന്താണ്? ക്ലാസിഫിക്കേഷനാണ്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ഒരു റിഗ്രഷൻ പ്രോബ്ലം ആവാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഇഫ് യു ആർ പ്രെഡിക്റ്റിംഗ് ദ പെർസെൻറ്റേജ് ഒക്കെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ദെൻ അത് എന്തിൽ വരും? ദെൻ ഇറ്റ് കംസ് അണ്ടർ റിഗ്രഷൻ. ഇൻ കേസ് നമ്മൾ പാസ് ഓർ ഫെയിൽ ആണോ എന്ന് മാത്രം നോക്കുകയാണെങ്കിൽ അത് എന്തിൽ വരും? ക്ലാസിഫിക്കേഷനിൽ വരും. അതല്ല ഏത് ഗ്രേഡ് ആണെന്ന് നോക്കുകയാണെങ്കിലും അത് എന്തിൽ തന്നെയാണ് വരിക? ക്ലാസിഫിക്കേഷനിലാണ് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. മറ്റൊരു ഡിഫറൻസ് ആണ് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ടുമോറോ. നമ്മൾ ഇതേപോലെയുള്ള ഒരു ടെമ്പറേച്ചർ 84 ഡിഗ്രി ആണെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ റിഗ്രഷൻ. ഇനി ക്ലാസിഫിക്കേഷൻ്റെ കേസിലോ വിൽ ഇറ്റ് ബി ഹോട്ട് ഓർ കോൾഡ് ടുമോറോ, അതായത് ഒന്നുകിൽ കോൾഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹോട്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് കംസ് അണ്ടർ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ റിഗ്രഷൻ്റെ തന്നെ എക്സാമ്പിൾസ് ആണ്. പ്രെഡിക്റ്റിംഗ് ഹൗസ് പ്രൈസസ്, അതായത് ഒരു വീടിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. അതും എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഇതേപോലെ റിഗ്രഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിൻ്റെ അണ്ടറിൽ വരികയാണ്. ഒരു ഹൗസിൻ്റെ പ്രൈസ് നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അതായത് ആ വീടിൻ്റെ ഒരു സൈസിലേക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ആ വീടിൻ്റെ ലൊക്കാലിറ്റി അനുസരിച്ചിട്ട്, പിന്നെ എന്താ പറയുക, വാട്ടറിൻ്റെ ക്ലെൻലിനെസ് അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഹൗസിൻ്റെ പ്രൈസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്തൊരു എക്സാമ്പിൾ ടെമ്പറേച്ചർ ബേസ്ഡ് ഓൺ വെദർ പാരാമീറ്റേഴ്സ്, സ്റ്റോക്ക് പ്രൈസസ് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ റിഗ്രഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നെക്സ്റ്റ് അഗൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ്? നമ്മൾ അയച്ചിട്ടുള്ള മെയിൽ സ്പാം ആണോ അല്ലയോ, ഇസ് ഇറ്റ് എ സ്പാം ഓർ നോട്ട് സ്പാം? ഓക്കെ, ഡയബറ്റിസ് ഉണ്ടോ ഇല്ലയോ? ഓക്കെ, അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. നമ്മളൊരു ഇമേജ് കൊടുത്തിട്ട് അത് ക്യാറ്റാണോ അല്ലെങ്കിൽ ഡോഗ് ആണോ? സോ ഇതേപോലെ ക്ലാസിഫിക്കേഷൻ ഇത്തരത്തിൽ കാറ്റഗറീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലാസിഫിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി റിഗ്രഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റിഗ്രഷൻ അൽഗോരിതം എന്താണ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലീനിയർ റിഗ്രഷൻ is a simple mathematical way to find a relationship between two things like the cause and effect. It finds the best straight line relationship between independent variable and that dependent variable. Okay, so linear regression ന്റെ കേസിൽ ലീനിയർ എന്ന് പറയുമ്പോൾ തന്നെ that indicates a straight line. ലീനിയർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മാത്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + c. സോ ഈ ഒരു സെയിം ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് വൈയുടെ വാല്യൂസും അതേപോലെ തന്നെ മാറും. ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും മാറും. എക്സിൻ്റെ വാല്യൂ എത്രത്തോളം മാറുന്നു അതേപോലെ തന്നെ വൈൻ്റെ വാല്യൂ അത്രത്തോളം മാറും. സോ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. സോ അത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അൽഗോരിതമാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് എ കോസ് ആൻഡ് എഫക്റ്റ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി അതിൻ്റെ എഫക്റ്റ് ആയിട്ടായിരിക്കും വൈയുടെ വാല്യൂ മാറുന്നത്. സോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് വൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് അഥവാ ടാർഗറ്റ് വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വൈ ഇസ് ദ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, വൈ ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്, എം എന്ന് പറയുന്നത് നമ്മുടെ സ്ലോപ്പാണ്, ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഇക്വേഷൻ y = mx + c ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ലീനിയർ റിഗ്രഷൻ്റെ എയിം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കയ്യിൽ ഇത്തിരി സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റ പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡേറ്റ പോയിൻറ്റ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഉപയോഗിച്ച് ഞാനൊരു XY ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇത് എക്സ് ആക്സിസ്, ഇത് Y ആക്സിസ്. അപ്പോൾ ഈ വാല്യൂസ് എൻ്റെ കയ്യിലുള്ള ഈ വാല്യൂസ് അനുസരിച്ചിട്ട് ഞാനൊരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടെത്താൻ കഴിയണം. ഓക്കെ, ഇതിപ്പോൾ ചെറിയൊരു ഡേറ്റ ആയതുകൊണ്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ച് വെച്ചു. സോ നമ്മുടെ കയ്യിൽ ഒരുപാട് ലൈൻസ് ഒരുപാട് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ലൈൻസ് ഇങ്ങനെ പലതരത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതിലേതാണ്, ഈ കൊടുത്തിട്ടുള്ള ലൈൻസിൽ ഏതാണ് ഒരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു ബെസ്റ്റ് ഫിറ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലീനിയർ റിഗ്രഷൻ്റെ എയിം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നമുക്ക് പല തരത്തിലുള്ള ഇവാലുവേഷൻ മെട്രിക്കുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു മോഡൽ അല്ലെങ്കിൽ ഇപ്പോൾ സേ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന അൽഗോരിതം ഉപയോഗിച്ച് ഒരു മോഡൽ ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ മോഡൽ ബിൽഡ് ചെയ്തതിന് ശേഷം ആ മോഡലിൻ്റെ പെർഫോമൻസ് എത്രത്തോളമാണ് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് എക്സാം എഴുതുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എത്രത്തോളം നന്നായി പഠിച്ചു, നമ്മൾ എത്ര നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചെടുത്ത ഒരു മോഡൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തു അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിഗ്രഷൻ്റെ കേസിൽ കുറച്ച് ഇവാലുവേഷൻ മെട്രിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിലൊന്നാണ് മീൻ സ്ക്വയർഡ് എറർ എന്ന് പറയുന്നത്. റിഗ്രഷൻ്റെ കേസിൽ മീൻ സ്ക്വയർഡ് എറർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീ ദ ടേം എറർ. ഓക്കെ, അപ്പോൾ ആ ഒരു എറർ എന്ന് പറയുന്ന സാധനം എപ്പോഴും കുറഞ്ഞിട്ട് വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് അക്യുറസി അല്ലെങ്കിൽ ആ ഒരു മോഡൽ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തു എന്നറിയാനായിട്ട് നമുക്ക് അക്യുറസി കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബട്ട് റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ അതിനെ പറയുന്നത് R2 സ്കോർ ആണെന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് 100% നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന സ്കോർ എന്ന് പറയുന്നത് വളരെ കൂടുതൽ, ലൈക്ക് 92%, 85%. അപ്പോൾ അത്തരത്തിൽ പെർസെൻറ്റേജ് നോക്കുന്നതാണ് R2 സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ലീനിയർ റിഗ്രഷൻ ഇസ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലീനിയർ റിഗ്രഷൻ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഒരു റിഗ്രഷൻ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് അല്ലേ? ബിക്കോസ് ഇതിൻ്റെ ടാർഗറ്റ് വേരിയബിൾ പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. പെർഫോമൻസ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്തിലാണ് പെടുന്നത്? റിഗ്രഷനിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് എന്ത്? നമ്മുടെ എക്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ വൈ ഫീച്ചർ അല്ലെങ്കിൽ ടാർഗറ്റ് വേരിയബിൾ. ഓക്കെ, ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ലീനിയർ റിഗ്രഷൻസ്. സോ ഈ ഒരു രീതിയിലാണ് ലീനിയർ റിഗ്രഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റ സെറ്റിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ മാത്രമല്ല ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ, മറ്റുള്ള റിഗ്രഷൻ അൽഗോരിതംസ് കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് മറ്റൊരു അൽഗോരിതം. സോ ഇത് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇതിൻ്റെ പേരിൽ റിഗ്രഷൻ എന്നുള്ളത് കൊണ്ട് പലരും തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് ഇതൊരു റിഗ്രഷൻ അൽഗോരിതം ആണെന്നുള്ളത്. പക്ഷേ ഇൻ റിയാലിറ്റി ലോജിസ്റ്റിക് റിഗ്രഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് എ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. പിന്നെ റിഗ്രഷൻ എന്നുള്ള പേര് എന്തുകൊണ്ടെന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇത് ലീനിയർ റിഗ്രഷനെ ജസ്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ദ നെയിം ലോജിസ്റ്റിക് റിഗ്രഷൻ. ബട്ട് റിമെമ്പർ ദിസ് ഇസ് എ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇവിടെ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് എ സിഗ്മോയിഡ് ഫംഗ്ഷൻ, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് f(x) = 1/1 + e⁻⁻x. ഇതാണ് ആ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് കാൽക്കുലേറ്റ്സ് എ പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 and 1. സോ അതാണ് നമ്മുടെ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രെഡിക്ട്സ് വെദർ സംതിങ് ബിലോങ്സ് ടു എ പെർട്ടിക്കുലർ ക്ലാസ് ഓർ നോട്ട് ബൈ കാൽക്കുലേറ്റിംഗ് ദ പ്രോബബിലിറ്റീസ് യൂസിങ് എ സിമ്പിൾ ഫംഗ്ഷൻ. സോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ ഇടയിലായിരിക്കും? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോബബിലിറ്റീസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.5 ഓർ അതിനേക്കാളും ഗ്രേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കംസ് അണ്ടർ ദ ക്ലാസ് 1. ഓക്കെ, ഇപ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.5-നേക്കാളും ലെസ് ആണെന്നുണ്ടെങ്കിൽ then it comes under the class 0. ഓക്കെ, അതായത് 0.8 എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് 1 എന്ന് പറയുന്ന ക്ലാസ്സിലായിരിക്കും വരിക. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ 0.5 എന്ന് പറയുന്ന പ്രോബബിലിറ്റിനേക്കാളും താഴെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ ദ ക്ലാസ് 0. സോ ഇതാണ് ആ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് എ സിഗ്മോയിഡ് ഫംഗ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ കുറച്ച് തന്നിട്ടുള്ളത്. ഒന്ന് ഇമെയിൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ,
ഇമെയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ലൈക്ക് ഒരുപാട് കോളംസ് ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഇന്ന വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പാം ആവാം, അല്ലെങ്കിൽ നോട്ട് സ്പാം ആവാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളത്. ഇനി മെഡിക്കൽ ഡയഗ്നോസിസ്, അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഒന്ന് ഏജ് ഉണ്ടാവും, BP ഉണ്ടാവും, ഷുഗർ ലെവൽസ് ഉണ്ടാവും. പിന്നെ ആ ഒരു പേഴ്സൺ ഡയബറ്റിക് ആണോ നോട്ട് ഡയബറ്റിക് ആണ്. സോ അഗെയിൻ അതെന്താണ്? ഇറ്റ് ഇസ് എ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം. നെക്സ്റ്റ് കംസ് ദ സ്റ്റുഡൻറ്റ് റിസൾട്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയ പെർഫോമൻസ് ഇൻഡെക്സ് പോലെ. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റഡി അവസാനം നമ്മൾ നോക്കിയ പെർഫോമൻസ് ഇൻഡെക്സിൻ്റെ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ദറ്റ് വാസ് എ റിഗ്രഷൻ പ്രോബ്ലം. ബട്ട് ഇവിടെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താ? പാസ് ഓർ ഫെയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കംസ് അണ്ടർ വാട്ട്? ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അടുത്തത് ബാങ്ക് ലോൺ. ബാങ്ക് ലോണിൽ ഇൻകം ഇറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലേ? അടുത്തത് ക്രെഡിറ്റ് സ്കോർ. അത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആൾക്ക് ലോൺ അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ? ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ 1 എന്ന് പറയുന്ന സാധനമൊക്കെ ലൈക്ക് ഇറ്റ് ഇസ് എ എന്താണ്? യെസ് എന്ന് പറയുന്ന സാധനമായിരിക്കും. 0 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് സ്പാം. 1 എന്ന് പറയുന്നത് ഡയബറ്റിക് ആണ്, നോട്ട് ഡയബറ്റിക്. ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് സാധനം വരുമ്പോഴാണ് അത് 0 എന്നത്. അല്ലാത്തത് വരുമ്പോൾ അത് 1 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുക, അപ്രൂവ് ഓർ റിജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്, ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു പ്രെഡിക്റ്റ് എ ബൈനറി ഔട്ട്കം. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ബൈനറി ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കംസ് അണ്ടർ ലോജിസ്റ്റിക് റിഗ്രഷൻ. ബൈനറി ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരം ക്ലാസ്സുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ബൈനറി ക്ലാസിഫിക്കേഷനാണ്. നമുക്ക് 2ൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടെങ്കിലോ അത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ ഐറിസ് ഫ്ലാഗ് ക്ലാസിഫിക്കേഷൻ. അവിടെ 3 സ്പീഷീസ് വരുന്നുണ്ട് അല്ലേ? 3 ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷനാണ്. ബട്ട് നമ്മുടെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ വാട്ട്? ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് കരുതി നമുക്കിത് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, അതിന് ഉപയോഗിക്കാം. ഓക്കെ, ആൻഡ് യു ക്യാൻ ചെക്ക് ദ റിസൾട്ട്സ് ഓൾസോ, ബട്ട് ഇറ്റ് ഇസ് മോർ സ്യൂട്ടബിൾ ഫോർ ബൈനറി ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ഇത്ര നേരം നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഒരു മെഷീൻ ലേണിംഗ് വർക്ക് ഫ്ലോ ഓവറോൾ നമ്മൾ എന്താണെന്നുള്ളത് പറഞ്ഞു, ഡേറ്റ സെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞു, അതിൽ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും പറഞ്ഞു. ബട്ട് വാട്ട് എക്സാക്ട്ലി ദാറ്റ് ഈസ് എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, സോ അത് നമുക്ക് ചെയ്ത് നോക്കാം ആഫ്റ്റർ വി ഡിസ്കസ് ദി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പാർട്ട്. ഓക്കെ, സോ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്കവിടെ എന്തുണ്ടാവില്ല? ഒരു ടാർഗറ്റ് വേരിയബിൾ ഉണ്ടാവില്ല. സോ അത്തരത്തിൽ ടാർഗറ്റ് വേരിയബിൾ ഇല്ലാതെ ഒരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്ന രീതിയാണ് എന്ത്? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് എംപ്ലോയ് അൺലേബിൾഡ് ഡേറ്റ ടു ഡിസ്കവർ പാറ്റേൺസ് ഫ്രം ദ ഡേറ്റ ഓൺ ദെയർ ഓൺ. ഓക്കെ, സോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്ന് തന്നെ ആ സിസ്റ്റം എന്ത് കണ്ടുപിടിക്കുന്നു? കുറച്ച് പാറ്റേൺസ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ പാറ്റേൺസിൽ നിന്നും അവർ മനസ്സിലാക്കി ദേ ആർ ബിൽഡിങ് സംതിങ്. അതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ദാറ്റ് ഈസ് യു ഗേവ് ദ ഡേറ്റ വിത്തൗട്ട് ഗിവിംഗ് ദം ദി ആൻസേഴ്സ്. സോ ദാറ്റ്സ് വാട്ട് ഈസ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇസ്. ഓക്കെ, ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണെന്ന് കെ മീൻസ് ക്ലസ്റ്ററിങ് ആൻഡ് ദെൻ PCA എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ ഞാൻ എന്താ പറയുക, കുറച്ച് എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു ഫിഗർ നമുക്ക് നോക്കാം. സോ ഐ ഹവ് ഗിവൻ എൻ ഇൻപുട്ട് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഒരു വെറൈറ്റി ഓഫ് ആപ്പിൾ ഓൾസോ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് ബനാനാസ് ഓൾസോ. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട്. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ? ഇൻപുട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സൂപ്പർവൈസ്ഡിൽ കൊടുക്കുന്ന പോലെ ഇത് ആപ്പിളാണ് അല്ലെങ്കിൽ ഇത് ബനാനയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, സോ ഐ ഗിവ് ഓൺലി ദ ഡേറ്റ. അപ്പോൾ ഇത് ഞാൻ എന്തിലേക്ക് കൊടുത്തു? മെഷീനിലേക്ക് കൊടുത്തു. ഓക്കെ, ഇനി മെഷീൻ എന്ത് ചെയ്യുന്നു? ഓരോ ഫ്രൂട്ട്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഓരോ ഗ്രൂപ്പിലേക്ക് തിരിക്കുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് എൻ ആപ്പിൾ. ഓക്കെ, അപ്പോൾ ഓരോ രൂപത്തിലേക്ക് തിരിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ളതൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക്, സെയിം ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ ഒരു ഗ്രൂപ്പ്, മറ്റ് ഫീച്ചേഴ്സ് ഉള്ളത് മറ്റ് ഗ്രൂപ്പ്, മറ്റ് ഫീച്ചേഴ്സ് ഉള്ളത് മറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോന്നിനെയും ഓരോ ഗ്രൂപ്പുകളായിട്ട് തരം തിരിക്കുക, ഒരു ഗ്രൂപ്പുകളിലേക്ക് മാറ്റി നിർത്തുക. അതിനെയാണ് എന്ത്? അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ തന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മെഷീൻ ലേണിംഗ് ടെക്നിക് ദാറ്റ് ഗ്രൂപ്സ് സിമിലർ ഡേറ്റ പോയിന്റ്സ് ടുഗെദർ വിത്തൗട്ട് യൂസിങ് ലേബിൾസ്. ലേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസേഴ്സ്. നമ്മൾ ആൻസേഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ ഓരോ ഡേറ്റയിനെയും അതിൻ്റേതായിട്ടുള്ള ഓരോ പോയിന്റിലേക്ക് തിരിക്കുന്നതാണ് എന്താ ക്ലസ്റ്ററിങ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഓരോ ഗ്രൂപ്പ്സിലേക്ക് തിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ലെറ്റ്സ് സേ യു ഹാവ് എ ബാസ്ക്കറ്റ് ഓഫ് മിക്സഡ് ഫ്രൂട്ട്സ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആപ്പിൾസ് ഉണ്ട്, ബനാനസ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ആൻഡ് ദെൻ യു ഹാവ് വാട്ടർമെലൺ ഓൾസോ. സോ യു ആർ ടോൾഡ് ടു ഗ്രൂപ്പ് ദം, ബട്ട് നോ വൺ ടെൽസ് യു വാട്ട് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ദേ ആർ. അപ്പോൾ നമ്മളൊരു മെഷീന് കൊടുക്കുമ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് കൊടുക്കുന്നു, ആപ്പിൾസ് കൊടുത്തു, ബനാനസ് കൊടുത്തു, ഗ്രേപ്സ് കൊടുത്തു, വാട്ടർമെലൺ കൊടുത്തു, ഇത്രയും നമ്മൾ കൊടുത്തു. പക്ഷെ അത് എന്ത് തരം ഫ്രൂട്ടാണെന്ന് നമ്മൾ പറയണമില്ല. ആൻഡ് ദെൻ ഈ സിസ്റ്റം എന്താണ് ചെയ്യണത്? ദേ ഗ്രൂപ്പ്സ് ഇറ്റ് ടുഗെദർ. സോ ഇവിടെ സിസ്റ്റം എന്താ ചെയ്യുന്നത്? റൗണ്ട് ആൻഡ് റെഡ് കളറിലുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കുന്നു, അതിനെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു. അടുത്തത് ലോങ് ആൻഡ് യെല്ലോ വൺസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു. ഇനി സ്മോൾ ബഞ്ചസ് ആയിട്ടാണ് കിട്ടുന്നത് എങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി ഗ്രേപ്സ്. റൗണ്ട് ആൻഡ് ഓറഞ്ച് കളേർഡ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് കംസ് അണ്ടർ ഓറഞ്ചസ്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് എന്ത് പോകുന്നത്. സോ യു ജസ്റ്റ് ഗ്രൂപ്പ് ദം ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ്, അതായത് കളറ്, ഷേപ്പ്, സൈസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മളതിനെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് മെഷീൻ ലേണിങ്ങിൽ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നൊരു ടെക്നിക്ക്. ഓക്കെ, സോ ഇറ്റ് ഹെൽപ്പ് us find hidden patterns or natural groupings in the data, and it is used when we don't know the labels in advance. ഓക്കെ, എപ്പോഴാണ് അറിയുന്നത്? നമുക്കൊരു ടാർഗറ്റ് വേരിയബിൾ ഇല്ല, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത്തരത്തിലുള്ള സെനാരിയോസിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. സോ ഗ്രൂപ്പിംഗ് കസ്റ്റമേഴ്സ് വിത്ത് സിമിലർ ബൈയിങ് ഹാബിറ്റ്സ്. അപ്പോൾ അത് ഇതിൻ്റെ ക്ലസ്റ്ററിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ ഒരാൾ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ പറയുക, മേ ബി ലാപ്ടോപ്പിൻ്റെ ബാഗ്സ് വാങ്ങാൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പെറിഫറൽസ് വാങ്ങാനുള്ള താല്പര്യമാണ്. സോ സിമിലർ ടേസ്റ്റുള്ള ലാപ്ടോപ്പിനോട് ക്രേസുള്ള മറ്റൊരാൾ ഉണ്ടെന്ന് വിചാരിക്കും. സോ ആ ആൾക്കും ഇതേപോലെ ഈ ഒരു ഫസ്റ്റ് പേഴ്സണിനെ പോലെ സെയിം ബിഹേവിയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരമുള്ള പേഴ്സൺസിനെയൊക്കെ ഓരോ ഗ്രൂപ്പിലേക്ക് മാറ്റും. ദാറ്റ്സ് കോൾഡ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡിറ്റക്റ്റിംഗ് സിമിലർ ന്യൂസ് ആർട്ടിക്കൽ, സിമിലർ ആയിട്ടുള്ള ന്യൂസിനെയൊക്കെ ഓരോ ഗ്രൂപ്പിൽ പെടുത്തുക. ഐഡൻറ്റിഫൈങ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ്. സോ ഇതൊക്കെ എന്താണ്? ക്ലസ്റ്ററിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഡാറ്റയ്ക്കും എന്തുണ്ട്? ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ആയിരിക്കാം, ഹൈറ്റ് ആയിരിക്കാം, കളർ ആയിരിക്കാം, എക്സെട്ര. അപ്പോൾ ഈ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സെറ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. സോ ദ അൽഗോറിതം മെഷേഴ്സ് സിമിലാരിറ്റി. വാട്ട് ഡസ് ക്ലസ്റ്ററിങ് ഡു? ക്ലസ്റ്ററിങ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിമിലാരിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ആയിരിക്കും താല്പര്യം. അതേപോലെ സിമിലർലി ലാപ്ടോപ്പിനോട് ഇൻട്രസ്റ്റ് ഉള്ള മറ്റാൾക്കും ഇതേപോലെയുള്ള സെയിം ഇൻട്രസ്റ്റുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ വി ആർ ഗ്രൂപ്പിംഗ് ദം ടുഗെദർ. സോ അത്തരത്തിൽ ഉള്ള പ്രോബ്ലംസ് ആണ് ക്ലസ്റ്ററിങ് പ്രോബ്ലംസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സിമിലാരിറ്റി. ആ സിമിലാരിറ്റി പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആണ്, യൂസിങ് ദ ഡിസ്റ്റൻസ് ഫോർമുല. ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് x1 - x2 the whole square പ്ലസ് y1 - y2 the whole square എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ബട്ട് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്ന പലതരത്തിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, മൻഹാട്ടൻ ഡിസ്റ്റൻസ്, മിൻകൗസ്കി, അങ്ങനെ പല ഡിസ്റ്റൻസ് ടൈപ്പുകളുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ സിമിലാരിറ്റി എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ആ സിമിലാരിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് മാത്തമാറ്റിക്കലി. അങ്ങനെ നമുക്ക് സിമിലാരിറ്റി മാത്തമാറ്റിക്കലി തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റൻസ് ഫോർമുല. സോ ദ ക്ലോസർ ദ 2 points ആർ ദ മോർ സിമിലർ ദേ ആർ. അതായത് നമ്മൾ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുന്നു. സോ അതിൻ്റെ ഡിഫറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ 2 ആളുകളും ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിലേക്ക് പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇപ്പോൾ 2 പേരുടെയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദെൻ അവരുടെ ആ ഒരു ഇതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഡിസിമിലർ പോയിൻറ്റ്സ് ആയിരിക്കും അതെന്ന് പറയുന്നത്.
സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് അടുത്തടുത്തുള്ള പോയിന്റ്സ്, അതായത് ഡിസ്റ്റൻസ് കുറവുള്ള പോയിന്റ്സിനെ സിമിലർ ഡേറ്റ പോയിന്റ്സ് എന്നും ഡിസ്റ്റൻസ് കുറവില്ലാത്ത പോയിന്റ്സിനെ ഡിസിമിലർ ഡേറ്റ പോയിന്റ്സ് എന്നും വിളിക്കുന്നു. ഇനി ക്ലസ്റ്ററിങ്ങിൻ്റെ കുറച്ച് അൽഗോറിതംസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ആണ് കെ മീൻസ് അൽഗോറിതം എന്ന് പറയുന്നത്. ഓക്കെ, ആ കെ മീൻസ് അൽഗോറിതത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ. അതേപോലെ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു അൽഗോറിതം ഉണ്ട്. ദാറ്റ് ഈസ് ഡെൻഡ്രോഗ്രാം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അൽഗോറിതമാണ്. സോ ജീൻ ഓർ ടെക്സ്റ്റ് സിമിലാരിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണത്. അടുത്തത് DB സ്കാൻ, അതായത് ഡേറ്റേനെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇവിടെ മോസ്റ്റ് കോമൺലി അത് നമ്മൾ ഉപയോഗിക്കുന്നത് അനമാലിസിനെയും ഔട്ട്ലയേഴ്സിനെയും ഒക്കെ ഡിറ്റക്ട് ചെയ്യാനാണ്. സോ ദിസ് ഇസ് ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ വർക്ക് ഫ്ലോ പറഞ്ഞു, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ക്ലസ്റ്ററിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നമുക്കൊരു ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷൻ ചെയ്ത് നോക്കാം. ആൻഡ് ദെൻ ഒരു ലീനിയർ റിഗ്രഷൻ വെച്ചിട്ടൊരു മെഷീൻ ലേണിംഗ് കോഡിംഗ് പാർട്ട്, ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ഓൾസോ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി ഡേറ്റ പ്രീ പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺലി ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതിനെ ഡീൽ ചെയ്യുക. ഔട്ട്ലയേഴ്സ് ഉണ്ടോ നോക്കുക, അതിനെ ഡീൽ ചെയ്യുക. സ്ക്യൂനെസ് ഉണ്ടോ നോക്കുക, അതിനെ ഡീൽ ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ലൈബ്രറീസ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലൈബ്രറീസ് കംപ്ലീറ്റ്ലി നമ്മൾ ലോഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രീ പ്രോസസ്സിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള ലൈബ്രറിയാണ് എന്ത്? പാൻഡാസ്. ഓക്കെ, അപ്പോൾ പാൻഡാസ് നമ്മൾ ലോഡ് ചെയ്തു. ആൻഡ് ദെൻ യു ഹാവ് സീബോൺ, പിന്നെ എന്തുണ്ട്? മാത്ത് പ്ലോട്ട് ലിബ് ഉണ്ട്, പിന്നെ നംപൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ലൈബ്രറീസ് നമ്മൾ ലോഡ് ചെയ്തു. ആൻഡ് ദെൻ സീബോണിലുള്ള ടൈറ്റാനിക് എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു ഡേറ്റാ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിനെ നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് load_dataset എന്ന് പറയുന്ന ബിൽറ്റിൻ ഫംഗ്ഷനാണ്. സോ അത് ലോഡ് ചെയ്ത് അതിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റാ സെറ്റിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ കോളംസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ മൊത്തത്തിൽ 891 റോസും 15 കോളംസും ആണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദറ്റ് അതിൻ്റെ ആ ഒരു ഡേറ്റാ സെറ്റിനെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡേറ്റാ സെറ്റ് ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അതിൽ എത്ര റോസ് ഉണ്ട് എന്നുള്ളതും അതിൽ എത്ര കോളംസ് ഉണ്ട് എന്നുള്ളതും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കോളംസ് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എന്തൊക്കെയുണ്ട്? യു ഹാവ് സർവൈവ്ഡ്, പി ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആൻഡ് ദെൻ ജെൻഡർ കാണിക്കുന്ന ഒരു കോളം ഉണ്ട്, ഏജ് കാണിക്കുന്ന കോളം, SIB, SP, പാർച്ച്, ഫെയർ, എംബാർക്ഡ്, അങ്ങനെ കുറേ കോളംസ് ഉണ്ട്. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ, ഏത് ക്ലാസ്സിലാണ് അവർ ട്രാവൽ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരു കോളം. അഡൾട്ട്, മെയിലാണോ, ഡെക്ക് എന്താണ്, എംബാർക്ക് ടൗൺ, അലൈവ് ആണോ, അലോൺ ആണോ, അങ്ങനെയുള്ള ഒരുപാട് കോളംസ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടൈറ്റാനിക് ഡേറ്റാ സെറ്റ് ഉപയോഗിച്ച് ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടാർഗറ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്? അലൈവ് ആണ്. ഇവിടുത്തെ വാല്യൂസ് യെസ് നോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാറ്റഗറിക്കൽ വാല്യൂസ് ആണ്. സോ ഡെഫിനറ്റ്ലി ഇതെന്താണ്? അലൈവ് എന്ന് പറയുന്ന ഒരു കോളം ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളമാണ്. അപ്പോൾ നമുക്ക് ഈ ടൈറ്റാനിക് ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ, വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ഡേറ്റ പ്രീ പ്രോസസ്സിങ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോളംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ആൻഡ് ദെൻ വൺസ് നമ്മൾ ഷേപ്പ് ഓൾസോ എടുത്തു. അഗെയിൻ നമ്മൾ കൺഫേം ചെയ്തു 891 കോളംസും 15 റോസും ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ കോളംസിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. അതിനായിട്ട് നമുക്ക് df.columns കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കോളംസ് കംപ്ലീറ്റ്ലി ഒരു ലിസ്റ്റ് രൂപേണ നമുക്ക് കിട്ടും. ആൻഡ് ദെൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെഡ് കൊടുക്കുന്നുണ്ട്. ഹെഡ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ആദ്യത്തെ ഇനീഷ്യൽ റോസ് കിട്ടാനായിട്ട്. ഹെഡിൻ്റെ അകത്ത് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള ആദ്യത്തെ 2 റോസ് കിട്ടും. ഇപ്പോൾ ഹെഡിൻ്റെ അകത്ത് നമ്മൾ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ 3 റോസ് കിട്ടും. ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതേപോലെ ടെയിൽ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എത്ര
അവസാനത്തെ റോസ്, അതായത് അവസാനത്തെ 5 റോസാണ് ടെയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ടെയിലിൻ്റെ അകത്ത് നമ്മൾ 5 കൊടുത്തോണ്ട് 5 റോസ് കിട്ടി. നമ്മൾ 3 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 റോസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ എത്ര റോസ് കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി ഞാൻ സാമ്പിൾ കൊടുക്കുന്നുണ്ട്, df.sample(10). ദാറ്റ് ഈസ് സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആ ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് റാൻഡം ആയിട്ടുള്ള റോസ് എടുത്ത് റാൻഡം ആയിട്ടുള്ള റിസൾട്ട്, റാൻഡം ആയിട്ടുള്ള 10 റോസ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. സോ അതാണ് സാമ്പിൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേറ്റയെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ df.info. ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാ സെറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻഫോ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോളംസ് കാണാൻ പറ്റുന്നുണ്ട്. സർവൈവ്ഡ്, പി ക്ലാസ്, സെക്സ്, ഏജ്, SIBSP, പാർച്ച്, ആൻഡ് ദെൻ ഓരോ കോളംസിലും 891 റോസ് ആണ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഡേറ്റാ സെറ്റിൽ 891 റോസ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് സെർവർ എന്ന് പറയുന്ന കോളം ഉണ്ട്, 891 റോസ് തന്നെ ഉണ്ട്. അതിൽ നോൺ നള്ളാണ്, അതായത് നള്ളായിട്ടുള്ള വാല്യൂസ് ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് പി ക്ലാസ് എന്ന് പറയുന്ന കോളം, അവിടെയും 891 റോസ് ഉണ്ട്. അവിടെയും എന്താണ്? നോൺ നൾ, അവിടെ റോസ് ഒന്നും മിസ്സിംഗ് ഇല്ല. അടുത്തത് ഏജ് എന്ന് പറയുന്ന ഒരു കോളം നോക്കുക. ഏജ് എന്ന് പറയുന്ന കോളത്തിൽ 714 വാല്യൂസ് ആണുള്ളത്. അതായത് 891 മൈനസ് 714 നമുക്ക് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത്രയും മിസ്സിംഗ് വാല്യൂസ് ആണ് നമുക്ക് ഏജ് എന്ന് പറയുന്ന കോളത്തിലുള്ളത്. അതായത് ഒരുപാട് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്നുള്ളത് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന മിസ്സിംഗ് വാല്യൂസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അതിനെ ട്രീറ്റ് ചെയ്യണം. ഇനി അടുത്തത് SIBSP. അങ്ങനെ ഓരോ കോളത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഡെക്ക് എന്ന് പറയുന്ന കോളത്തിൽ നോക്കുകയാണെങ്കിലോ 203 മാത്രമാണ്, 203 റോസിൽ മാത്രമാണ് വാല്യൂസ് ഉള്ളത്. ബാക്കിയുള്ള എല്ലാ റോസിലും വാല്യൂസ് മിസ്സിംഗ് ആണ്. ഓക്കെ, അതേപോലെ ഓരോ കോളംസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റാ സെറ്റിൻ്റെ ഡിസ്ക്രൈബ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഡേറ്റാ സെറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതാണിത്. സോ ഡിസ്ക്രൈബ് ഫംഗ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള ന്യൂമറിക്കൽ കോളംസിൻ്റെ മാത്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് നമുക്ക് കിട്ടുക. നമുക്കൊരിക്കലും കാറ്റഗറിക്കൽ ഡേറ്റയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമുക്ക് കിട്ടില്ല. അപ്പോൾ സർവൈവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ അതിൻ്റെ കൗണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, 891. ദാറ്റ് ഈസ് എത്ര റോസ് ഉണ്ട്. ഏജ് എന്ന് പറയുന്ന കോളത്തിൽ എത്ര റോസ് ഉണ്ട്? 714. അങ്ങനെ ഓരോ റോസിൻ്റെയും ന്യൂമറിക്കൽ കോളംസിൻ്റെയും എത്ര റോസ് ഉണ്ടെന്നുള്ളതാണ് കൗണ്ട് കാണിക്കുന്നത്. അതേപോലെ മീൻ, സർവൈവ്ഡ് എന്ന് പറയുന്ന കോളത്തിലുള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ മീൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ. അടുത്തത് പി ക്ലാസ് എന്ന് പറയുന്ന കോളം എടുക്കുന്ന സമയത്ത് ആ കോളത്തിൻ്റെ മീൻ. അതേപോലെ ഓരോ കോളംസിൻ്റെയും മീനും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആൻഡ് ദെൻ മിനിമം വാല്യൂ, ആൻഡ് ദെൻ 25%, 50%, 75%. ഇത്രയും വാല്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ് നമ്മളൊരു ബോക്സ് പ്ലോട്ട് വരയ്ക്കുമ്പം കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈ ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ബോക്സ് പ്ലോട്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് ഡേറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു വരേണ്ട കാര്യം. ഇപ്പം ഇത്രയും നേരം നമ്മൾ ചെയ്തത് ഇനീഷ്യലി വരുന്ന കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഡേറ്റയെ മനസ്സിലാക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇത്രയും നേരം നമ്മൾ ചെയ്തത്. ഇനി കംസ് ദ റിയൽ പ്രീ പ്രോസസ്സിങ്. അപ്പോൾ പ്രീ പ്രോസസ്സിങ്ങിനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? df.isnull.sum. ഈസ്നൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഡേറ്റാ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് df.isnull.sum നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഓരോ കോളത്തിലും എത്ര എൻട്രീസിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുന്നു. സോ സർവൈവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ 0 മിസ്സിംഗ് വാല്യൂസ് ഇല്ല. പി ക്ലാസ് എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂസ് ഇല്ല. സെക്സ് എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂസ് ഇല്ല. ഏജ് എന്ന് പറയുന്ന കോളംസിൽ 177 റോസിലായിട്ട് മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ട്. അതേപോലെ SIBSP എന്ന് പറയുന്ന കോളത്തിൽ 0, എംബാക്ഡ് എന്ന് പറയുന്ന കോളത്തിൽ 2. ഓക്കെ, അങ്ങനെ ഓരോന്നനുസരിച്ചിട്ടാണ് മിസ്സിംഗ് വാല്യൂസ് പോകുന്നത്. അതേപോലെ ഡെക്ക് എന്ന് പറയുന്ന കോളത്തിൽ 688 റോസിലായിട്ടാണ് മിസ്സിംഗ് വാല്യൂസ് വരുന്നത്. embark_town എന്ന് പറയുന്ന കോളത്തിൽ 2 മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ട്. 2 റോസിൽ മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഡേറ്റാ സെറ്റിൽ എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റെപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എത്ര പെർസെൻറ്റേജോളം മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്
എന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ മിസ്സിംഗ് വാല്യൂ പെർസെൻറ്റേജ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് ഓൾറെഡി സം എടുത്ത് വെച്ച പോർഷൻ എത്രയാണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ആൻഡ് ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ ഡേറ്റാ സെറ്റ്. ഡി എഫിൽ എന്താണുള്ളത്? ഡേറ്റാ സെറ്റ്. അപ്പോൾ ആ ഡേറ്റാ സെറ്റിൻ്റെ LEN എടുക്കുന്ന സമയത്ത് അതിൽ എത്ര റോസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് ഓരോ കോളത്തിൻ്റെയും മിസ്സിംഗ് വാല്യൂസ് ഡിവൈഡഡ് ബൈ 891, അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് റോസ്. ആൻഡ് അത് ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള ഓരോ കോളംസിലും എത്ര പെർസെൻറ്റേജ് വീതം മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ സർവൈവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂസ് 0% ആണ്. ഏജ് കോളത്തിൽ 19% മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. എംബാക്ക് കോളത്തിൽ 0.22% ആണ്. അതേപോലെ ഡെക്ക് എന്ന് പറയുന്ന കോളത്തിൽ 77% മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. എംബാക്ക് ടൗണിൽ 0.22 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എംബാക്ഡിലും എംബാക്ക് ടൗണിലും വരുന്ന മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വരുന്ന 2 റോസിന് നമുക്ക് റിമൂവ് ചെയ്യാം. ബിക്കോസ് നമ്മളിവിടെ ഓൾറെഡി കൗണ്ട് എടുത്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ വരുന്ന മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് എംബാക്ഡിൻ്റെ കേസിലും എംബാക്ക് അണ്ടർസ്കോർ ടൗണിൻ്റെ കേസിലും വരുന്ന മിസ്സിംഗ് വാല്യൂസ് 889 ആണ്. അതായത് നമുക്ക് മൊത്തത്തിൽ 891 റോസ് ഉള്ളതിൽ 2 റോസാണ് എംബാക്കിൻ്റെ കേസിലും എംബാക്ക് അണ്ടർസ്കോർ ടൗൺ എന്ന് പറയുന്ന കേസിലും വരുന്ന മിസ്സിംഗ് വാല്യൂസ് കണ്ടോ. അപ്പോൾ ആ 2 റോസിനെ മാത്രം നമുക്ക് എടുത്തിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം അവിടെ അധികം മിസ്സിംഗ് വാല്യൂസ് ഇല്ല. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡേറ്റാ സെറ്റിനെ വലുതായിട്ട് ബാധിക്കുകയില്ല. ആൻഡ് ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോക്കാം, ഡെക്ക് എന്ന് പറയുന്ന കോളത്തിന് 77% ആണ്. അത് 77% മിസ്സിംഗ് വാല്യൂസ് ആണ് ഡെക്ക് എന്ന് പറയുന്ന കോളത്തിന് വരുന്നത്. സോ ഒരിക്കലും ഇത്തരം കോളങ്ങൾക്ക് നമുക്ക് മിസ്സിംഗ് വാല്യൂസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കോളംസിനെ റിമൂവ് ചെയ്യാൻ എന്നുള്ളത് തന്നെയാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന കോളംസിൻ്റെ മിസ്സിംഗ് വാല്യൂ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40%-നേക്കാളും എബവ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോളംസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി മിസ്സിംഗ് വാല്യൂസ് ചെയ്തേപോലെ 0.22 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മിസ്സിംഗ് വാല്യൂസ് വരുന്ന റോസിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് 30%-നേക്കാളും താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിസ്സിംഗ് വാല്യൂസിനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏജ് എന്ന് പറയുന്ന കോളത്തിൽ 19.86 ആണ് മിസ്സിംഗ് വാല്യൂ പെർസെൻറ്റേജ് വരുന്നത്. ദാറ്റ് ഇസ് 19%. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം, മിസ്സിംഗ് വാല്യൂസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോളത്തിലത്തെ മിസ്സിംഗ് വാല്യൂസിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കുക, ഞാൻ ചെയ്യുന്ന കാര്യം എന്താണ്, ഏജ് എന്ന് പറയുന്ന കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മിസ്സിംഗ് വാല്യൂസിന് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിൽ എൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫിൽ വിത്ത് വാല്യൂസ്. അപ്പോൾ DF ഏജ് എന്ന് നമ്മൾ കൊടുത്തു. സോ ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഏജ് എന്ന് പറയുന്ന കോളത്തിനെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ ഫിൽ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഏജ് കോളത്തിനെ മീൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ മീൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആ ഒരു ഏജ് എന്ന് പറയുന്ന കോളത്തിൻ്റെ മീന് തന്നെ ഏജ് എന്ന് പറയുന്ന കോളത്തിലുള്ള മിസ്സിംഗ് വാല്യൂസ് റീപ്ലേസ് ആയിട്ട് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഡേറ്റാ സെറ്റിന് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏജ് എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂ 0 ആയി മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എംബാക്ഡ് എന്ന് പറയുന്ന കോളവും എംബാക്ക് അണ്ടർസ്കോർ ടൗൺ എന്ന് പറയുന്ന കോളത്തിലും വരുന്ന മിസ്സിംഗ് വാല്യൂസിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലൈബ്രറിയാണ് സിമ്പിൾ ഇംപ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഡേറ്റാ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്, DF. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മുടെ ഒറിജിനൽ ഡേറ്റാ സെറ്റ് ഒന്നും കൂടി ലോഡ് ചെയ്തിട്ട് അതിൽ സിമ്പിൾ ഇംപ്യൂട്ടർ ഉപയോഗിച്ചിട്ട് മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ന്യൂമറിക്കൽ കോളംസിനെ മാത്രം എടുത്ത് പ്രിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ന്യൂമറിക്കൽ കോളംസ് ഈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് ന്യൂം അണ്ടർസ്കോർ ഡേറ്റ. സോ ദാറ്റ് ഈസ് NUM അണ്ടർസ്കോർ ഡേറ്റ എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ്, DF1 ഡോട്ട് സെലക്ട് അണ്ടർസ്കോർ D ടൈപ്സ് ഇൻക്ലൂഡ് ഈസ് ഈക്വൽ ടു നമ്പർ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ കോളംസ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. സോ ന്യൂമറിക്കൽ കോളംസിൽ ഇപ്പോൾ കിടക്കുന്നത് നം അണ്ടർസ്കോർ ഡേറ്റയാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തു. ആൻഡ് ദെൻ നം അണ്ടർസ്കോർ ഡേറ്റ സ്ക്യൂ എടുക്കുന്ന സമയത്ത്
ഇവിടെ നമുക്ക് കിട്ടുന്ന സ്ക്യൂനെസ്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് കണ്ടോ, സർവൈവ്ഡ് എന്ന് പറയുന്ന കോളത്തിൽ 0.47, പി ക്ലാസ്സിൽ -0.63, ഏജിൽ 0.5, SIB SP 3.69, പാർച്ച് എന്ന് പറയുന്ന കോളത്തിൽ 2.7 ആൻഡ് ദെൻ ഫെയർ എന്ന് പറയുന്ന കോളത്തിൽ 4.7. ദാറ്റ് ഈസ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ സ്ക്യൂനെസ് കൂടിക്കിടക്കുന്ന ഒരു കോളം എന്ന് പറയുന്നത് ഏതാണ്? ഫെയർ എന്ന് പറയുന്ന കോളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട സ്ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് വിത്തിൻ -1 ആൻഡ് +1. -1 ആൻഡ് +1ൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഡീൽ ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് -0.5ൻ്റെ ഇടയിലും +0.5ൻ്റെ ഇടയിലും വരിക എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നല്ലൊരു ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ദാറ്റ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഓക്കെ ആയിരിക്കും. ആൻഡ് നമുക്ക് കിട്ടുന്ന സ്ക്യൂനെസ്സിൻ്റെ വാല്യൂ -1 ആൻഡ് +1ൻ്റെ ഇടയിലാണെങ്കിൽ ദാറ്റ് ഈസ് മാനേജബിൾ. ബട്ട് അതിന് പുറമേ പോയി കഴിഞ്ഞാൽ യു ഹാവ് ടു ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫെയർ കോളത്തിൽ സ്ക്യൂനെസ് വന്നിട്ടുള്ളത് ഇറ്റ് ഈസ് അബവ് 1, ദാറ്റ് ഈസ് 4 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇനി ആ കോളത്തിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ബോക്സ് പ്ലോട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കി. ഓക്കെ, ആൻഡ് ദെൻ ആ ഒരു ഔട്ട്ലയേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി എഴുതി. ഓക്കെ, സോ ഔട്ട്ലയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഫംഗ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ Q1 എന്ന് പറയുന്നത് DF1 കോളം ഡോട്ട് ക്വാർട്ടൈൽ 0.25, അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 25% ആണ്, തേർഡ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 75% ആണ്, ആൻഡ് ദെൻ യു ഹാവ് IQR വിച്ച് ഇസ് ഇക്വൽ ടു Q3 - Q1 ആൻഡ് ദാറ്റ്സ് കോൾഡ് ദ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. പിന്നെ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ലോവർ ബൗണ്ടിൻ്റെ മുകളിലേക്ക് ലോവർ ബൗണ്ടിൻ്റെ താഴേക്ക് പോകുന്നതും അപ്പർ ബൗണ്ടിൻ്റെ മുകളിലേക്ക് പോകുന്നതും ഔട്ട്ലയേഴ്സ് ആണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ വരുന്ന അപ്പർ ബൗണ്ടിന് മേലേക്കും ലോവർ ബൗണ്ടിന് താഴേക്കും വരുന്ന റോസിനെ റിമൂവ് ചെയ്യാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രീ പ്രോസസ്സിങ്ങിൽ അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് സ്ക്യൂനെസ് നമ്മൾ ഒന്നും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഔട്ട്ലയേഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം. ഔട്ട്ലയേഴ്സിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്യൂനെസ് എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഫെയർ എന്ന് പറയുന്ന കോളത്തിൻ്റെ സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൗണ്ട് 4 പോയിൻറ്റ് ആൻഡ് ഒരു ഫെയർ എന്ന് പറയുന്ന കോളത്തിൻ്റെ തന്നെ സ്ക്യൂനെസ് ഇപ്പോൾ കുറഞ്ഞിട്ട് 2.02 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്ലയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും സ്ക്യൂനെസ് ഓൾറെഡി കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള സ്ക്യൂനെസ് എന്ന് പറയുന്നത് 4 ആയിരുന്നു, അതിപ്പോൾ 2 പോയിൻ്റ് ആയി. ഇനി 2 പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സ്ക്യൂനെസ്സിനെയും കൂടെ നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഗുഡ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ -1 ആൻഡ് +1. സോ അതിനെയും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്യൂനെസ്സിനെയും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, സോ സ്ക്വയർ റൂട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സ്ക്യൂനെസ്സിനെ കുറച്ചിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ പല ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന സ്ക്യൂനെസ്സിനെ കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ആൻഡ് ദെൻ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസിലെ ഓരോ കോളത്തിലും വരുന്ന മിസ്സിംഗ് വാല്യൂ പെർസെൻറ്റേജ് എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന മിസ്സിംഗ് വാല്യൂ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40%-നെക്കാളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് ദറ്റ് കോളം. ഓക്കെ, ആൻഡ് ദെൻ 40 അല്ലെങ്കിൽ 40%-നെക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ റീപ്ലേസ് ദാറ്റ് കോളം. മിസ്സിംഗ് വാല്യൂവിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ദെൻ ആ വരുന്ന മിസ്സിംഗ് വാല്യൂസ് വരുന്ന ആ ഒരു റോസിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ മിസ്സിംഗ് വാല്യൂസിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. പിന്നെ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഔട്ട്ലയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം ഔട്ട്ലയേഴ്സിനെ കണ്ടുപിടിക്കണം. ഇനി ആ ഔട്ട്ലയേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കാം? ഒന്ന് ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ബോക്സ് പ്ലോട്ട് ഉപയോഗിച്ചിട്ട് ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ദെൻ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം IQR ഉപയോഗിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ലോവർ ബൗണ്ടിൻ്റെ താഴേക്ക് പോകുന്നതൊക്കെ ഔട്ട്ലയേഴ്സ്, അപ്പർ ബൗണ്ടിൻ്റെ മുകളിലേക്ക് പോകുന്നതൊക്കെ ഔട്ട്ലയേഴ്സ് ആണ് എന്നുള്ളത് ബോക്സ് പ്ലോട്ടിൽ നിന്ന് നമുക്ക് വിസിബിളാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ക്യൂനെസ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, സോ സ്ക്യൂനെസ്സിൽ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മൈൻഡിൽ വയ്ക്കുക ആൻഡ് ദെൻ അത് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലീനിയർ റിഗ്രഷൻ അൽഗോരിതമാണ്. ഓക്കെ, അപ്പോൾ ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട് നമുക്കൊരു സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇത് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള ആ ഒരു ഡേറ്റ സെറ്റ് പെർഫോമൻസ് ഇൻഡെക്സ്, സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇൻഡെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് പ്രോബ്ലം. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ ആ ഒരു ഡേറ്റ സെറ്റ് ഒന്നും കൂടെ കാണിക്കാം. അവേഴ്സ് സ്റ്റഡീഡ് എന്ന് പറയുന്ന കോളം, പ്രീവിയസ് കോഴ്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്ലീപ്പ് അവേഴ്സ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എക്സ് ഫീച്ചേഴ്സ്, ദാറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അല്ലെങ്കിൽ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് ടാർഗറ്റ് വേരിയബിൾ അല്ലെങ്കിൽ വൈ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ കളക്ട് ദ ഡേറ്റ, ദാറ്റ് ഈസ് ഡേറ്റ എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക, ഡേറ്റ പ്രീ പ്രോസസ്സിങ് ചെയ്യുക, മോഡലിംഗ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഹൗ യു ഡു. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, ഓരോ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ ടാർഗറ്റ് വേരിയബിൾ ഏതാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡേറ്റ സെറ്റ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗൂഗിൾ കൊളാബ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഫ്രം google.colab import files data to load, ഈ ഒരു കോഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഈ ഒരു കോഡ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഫയൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. സോ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു CSV ഫയൽ ലോഡാവും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് നമ്മൾ ബാക്കി പ്രീ പ്രോസസ്സിങ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ലോഡ് ചെയ്യുന്നു. അഗെയിൻ നമ്മുടെ ഡേറ്റ സെറ്റ് ലോഡ് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ട ഡേറ്റ സെറ്റ് തന്നെയാണ്. 10,000 റോസും 6 കോളംസും ആണ് വരുന്നത്. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ? മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡേറ്റയുടെ ഷേപ്പ് എടുത്തു, 10,000 റോസും 6 കോളംസും. ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിലെ ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് ഉണ്ടോ നമ്മൾ നോക്കണം. യെസ്, സോറി. സോ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്? data.duplicated.sum അങ്ങനെ നോക്കുന്ന സമയത്ത് 10,000 റോസിൽ 127 റോസിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ റിമൂവ് ചെയ്യണം. സോ data_drop_duplicates റിമൂവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? data.duplicated സം എടുത്ത് നോക്കണം. ബിക്കോസ് നമ്മൾ ചെയ്ത കാര്യം കറക്റ്റായോ വർക്കായോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ നോക്കി, ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ മാറി 0 ആയിപ്പോട്ടപ്പോൾ കിടക്കുന്നുണ്ട്. data.easnal.sum, അതായത് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ, ഓരോ കോളംസിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ നോക്കണം. ഇല്ല, മിസ്സിംഗ് വാല്യൂസ് ഇല്ല. data.columns ഒക്കെ നമ്മൾ എടുത്ത് കാണിച്ചു. ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഔട്ട്ലയേഴ്സ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ന്യൂമറിക്കൽ കോളംസ് മാത്രം നമ്മളെടുത്തു. ബിക്കോസ് ഔട്ട്ലയർ ചെക്കിനും സ്ക്യൂനെസ് ചെക്കിനും എല്ലാത്തിനും ന്യൂമറിക്കൽ കോളംസ് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ന്യൂമറിക്കൽ കോളംസ് ഒക്കെ എടുത്ത് ന്യൂമറിക്കൽ കോളംസ് സെലക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള NU എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്കാണ് അതിൻ്റെ സ്ക്യൂനെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, ഫൈൻ, സ്ക്യൂനെസ് ഓൾസോ ഓക്കെ ആണ്. സ്ക്യൂനെസ് ഒന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല, ദാറ്റ് ഇസ് കാണുന്നില്ല. നമ്മുടെ ഡേറ്റ സെറ്റ് ആക്ച്വലി ഓക്കെ ആണ്. ആൻഡ് ഇവിടെ നോക്കുന്ന സമയത്ത് ഔട്ട്ലയേഴ്സും ഇല്ല എന്നുള്ളതും നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ലൊരു ഡേറ്റ സെറ്റാണ്. ആൻഡ് ദെൻ ഞാനിവിടെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താണ്? ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് വിഷ്വലൈസേഷൻസ് വരയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെയാണ് നമ്മൾ നമ്മുടെ ഡേറ്റനെ ഒന്നും കൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മുടെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് കോർ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മുടെ കോറിലേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ന്യൂമറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള ഒരു കോറിലേഷൻ, ന്യൂമറിക്കൽ വേരിയബിൾസും ദാറ്റ് ഇസ് നമ്മുടെ എന്താ പറയുക എക്സ് ഫീച്ചേഴ്സും വൈ ഫീച്ചറും തമ്മിലുള്ള ഒരു കോറിലേഷൻ ഞാൻ കണ്ടുപിടിക്കുകയാണ്. സോ ആ ഒരു കോറിലേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് അവർ സ്റ്റഡീഡ് ടു അവർ സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോറിലേഷൻ 1 ആണ്. അതായത് രണ്ട് വേരിയബിളും തമ്മിൽ നല്ല റിലേഷനാണ്, 1 ആണെന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് സെയിം ടു സെയിം വേരിയബിൾ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് 1 ആയിരിക്കും. ആൻഡ് സി ഡയഗണൽ വാല്യൂസ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 1 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി അവർ സ്റ്റഡീഡ് ആൻഡ് പെർഫോമൻസ് ഇൻഡെക്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. 0.37 ആണുള്ളത്, വീക്കാണ്, വീക്ക് റിലേഷനാണ്. അതായത് പ്രീവിയസ് കോഴ്സും പെർഫോമൻസ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്രയാണ്? 0.91. അതായത് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. സ്ലീപ്പ് അവേഴ്സും പെർഫോമൻസ് ഇൻഡെക്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ 0.05. വലിയ റിലേഷൻഷിപ്പ് ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ഈ കിട്ടിയ ആ ഒരു കോറിലേഷൻ
കോറിലേഷൻ്റെ തന്നെ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ ഈ പറയുന്ന ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിഷ്വലൈസേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫീച്ചർ എൻകോഡിംഗ് ആണ്. ബിക്കോസ് നമ്മുടെ ഡേറ്റാ സെറ്റിൽ നമുക്കറിയാം ന്യൂമറിക്കൽ കോളംസ് മാത്രമല്ല ഉള്ളത്, കാറ്റഗറിക്കൽ കോളംസും ഉണ്ടെന്നുള്ളത്. ഇവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, അത് കാറ്റഗറിക്കലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കാറ്റഗറിക്കൽ എന്ന് പറയുന്ന കോളത്തിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കാറ്റഗറിക്കൽ വാല്യൂസിനെ ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീച്ചർ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് ലോഡ് ചെയ്തു, പാൻഡാസ് ലോഡ് ചെയ്തു. പിന്നെ SK ലേണിൽ നിന്ന് model_selection എന്ന് പറയുന്ന ലൈബ്രറിയിൽ നിന്ന് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈബ്രറീസും നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇവിടെ എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് ലേബൽ എൻകോഡർ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഡേറ്റയെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാ ഡേറ്റ അല്ലെങ്കിൽ അതിലുള്ള എല്ലാ വാല്യൂസിനെയും സെയിം യൂണിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറയുന്നത്. സോ ലേബൽ എൻകോഡർ നമ്മൾ ഉപയോഗിച്ചു. ലേബൽ എൻകോഡർ ഉപയോഗിച്ച് നമ്മുടെ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കോളത്തിന് എന്ത് ചെയ്തു? ലേബൽ എൻകോഡർ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ തന്നെ എന്താണ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലേബൽ എൻകോഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ലേബൽ_എൻകോഡർ എന്ന് പറയുന്നത്. സോ ഡേറ്റ ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റ സെറ്റിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു കോളം എന്താണ് അപ്ഡേറ്റ് ആണ് ആവുന്നത്. സോ ലേബൽ എൻകോഡർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ആ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു, ലേബൽ എൻകോഡിങ് വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് 101110 എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതായത് യെസ് ഉള്ളിടത്തൊക്കെ 1ഉം 0 ഉള്ളിടത്തൊക്കെ നോ ഉള്ളിടത്തൊക്കെ 0 എന്നും പറഞ്ഞിട്ട് മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ചസ് വരുന്നത്. സോ അതാണ് ലേബൽ എൻകോഡർ ചെയ്യുമ്പോൾ സംഭവിക്കുക. എന്താണ് ലേബൽ എൻകോഡർ സംഭവിക്കുന്നത്? നമ്മുടെ യെസ് നോ പറഞ്ഞിട്ടുള്ള കോളംസ് ആയിരുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ലേബൽ എൻകോഡർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഫിറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കോളത്തിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് യെസ് ഉള്ളിടത്തൊക്കെ 1ഉം നോ ഉള്ളിടത്തൊക്കെ 0 എന്ന് പറഞ്ഞിട്ട് റീപ്ലേസ് ആയി കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ കോളംസും ന്യൂമറിക്കലി കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്യുക, എക്സ് ഫീച്ചേഴ്സിനെയും വൈ ഫീച്ചേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു കോഡാണ് നിങ്ങൾ ഈ ഒരു പോർഷനിലായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം എക്സ് എന്നുള്ള ആ ഒരു കോളത്തിനകത്ത് നമ്മുടെ ഏതൊക്കെയാണ് എക്സ് ഫീച്ചേഴ്സ് അത് കംപ്ലീറ്റ്ലി മെൻഷൻ ചെയ്തു. വൈയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈ ഫീച്ചർ മാത്രം ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്തു. എക്സിനെ ഡിസ്പ്ലേ ചെയ്തു ഫസ്റ്റ്. ആൻഡ് ഇപ്പോൾ നോക്കിയേ, നമുക്ക് മൊത്തത്തിൽ 6 കോളംസാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്തായി? 5 കോളംസായി. 9873 റോസ് തന്നെയുണ്ട്. അടുത്തത് വൈ പ്രിൻറ്റ് ചെയ്തപ്പോൾ വൈയിൽ ഇപ്പോൾ പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന കോളം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഷേപ്പ് കണ്ടോ, 9873 റോസ് ആൻഡ് 1 കോളം എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ സ്പ്ലിറ്റിങ്ങിന് ശേഷം പിന്നീട് ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണ്? സ്കെയിലിംഗ് ആണ് ചെയ്യേണ്ടത്. ബിക്കോസ് നമുക്ക് ഒരിക്കലും നമ്മുടെ പെർഫോമൻസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ടാർഗറ്റ് കോളത്തിനെ സ്കെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനമാണ്. സോ സ്കെയിലിംഗ് ദാറ്റ് പെർട്ടിക്കുലർ കോളം ഇസ് നോട്ട് നെസസറി. അപ്പോൾ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ സ്കെയിലർ ഇസ് ഇക്വൽ ടു സ്റ്റാൻഡേർഡ് സ്കെയിലർ X_scaled എന്ന് പറയുന്ന ഒരു കോളം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ചെയ്തു അല്ലേ? Scalar.fit_transform. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന കോളത്തിനെ മാത്രം ട്രാൻസ്ഫോം ചെയ്ത് അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ എവിടേക്ക് കൊടുത്തിട്ടുള്ളത്? X_scaled കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ അതെന്തിനാണ് ആക്ച്വലി ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ മോഡലിനെ ബിൽഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ആ മോഡൽ ബിൽഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നറിയാനായിട്ട് അതിനെ ടെസ്റ്റും കൂടെ ചെയ്യണം. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഡേറ്റനെ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് train_test_split എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അതിലേക്ക് എക്സ് ഡേറ്റ ഇപ്പോൾ കിടക്കുന്നത് X_scaled ആണ്. അപ്പോൾ അത് നമ്മൾ പാസ് ചെയ്തു. ആൻഡ് ദെൻ യു ഹാവ് വൈ ആൻഡ് ദെൻ നമ്മുടെ ടെസ്റ്റ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് എന്താണ് വരുന്നത്? നമ്മൾ എക്സ് ട്രെയിനിൻ്റെ ഷേപ്പ് എടുത്ത് നോക്കി. കണ്ടോ, ഇവിടെ നമ്മൾ നമ്മുടെ ഡേറ്റനെ 4 ഭാഗങ്ങളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്.
എക്സ് ട്രെയിന് എക്സ് ടെസ്റ്റ്, വൈ ട്രെയിന് വൈ ടെസ്റ്റ്, അങ്ങനെ 4 പാർട്സായിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 80% ഓഫ് ഡേറ്റ ഫോർ ട്രെയിനിങ് ആൻഡ് 20% ഓഫ് ഡേറ്റ ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ ടെസ്റ്റ് സൈസ് 0.2 ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 0.2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 20% ആണ്. സോ ടെസ്റ്റ് സൈസ് നമ്മൾ 20% കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ട്രെയിൻ സൈസ് എന്ന് പറയുമ്പം എന്തായിരിക്കും, അത് 80% ആയിട്ട് മാറും. അപ്പോൾ എക്സ്ട്രെയിനിൻ്റെ ഷേപ്പ് ആ ഒരു സ്പ്ലിറ്റിങ്ങിന് ശേഷം എക്സ്ട്രെയിനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 7, 8, 9, 8 ആണ്. എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ഒരു സെറ്റായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ ഡേറ്റനെ തന്നെ നമ്മൾ 2 ഭാഗങ്ങളാക്കി, എക്സ്ട്രെയിന് എക്സ് ടെസ്റ്റ്. അതേപോലെ തന്നെ വൈ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ, വൈ എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന കോളാണ്. അപ്പോൾ ആ വൈ എന്ന് പറയുന്ന ഡേറ്റേനെ തന്നെ നമ്മൾ എന്താക്കി മാറ്റി, 2 ആയിട്ട് മാറ്റി. അപ്പോൾ എക്സ്ട്രെയിനിൻ്റെ ഷേപ്പ് 7898 റോസ് 5 കോളംസ്. വൈ ട്രെയിനിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, 7, 8, 9, 8 തന്നെ ആയിരിക്കും, പക്ഷേ ഒരു കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, 1975 റോസ് 5 കോളംസ് ആണ് ഉള്ളത്. അതേപോലെ വൈ ടെസ്റ്റിൻ്റെ ഷേപ്പ് ആണെങ്കിൽ 1975 റോസും 1 കോളം മാത്രമാണ് ഉള്ളത്. സോ സ്പ്ലിറ്റിങ്ങിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോഡൽ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു. ആൻഡ് ദെൻ മോഡൽ ഡോട്ട് ഫിറ്റ്. ഓക്കെ, ആൻഡ് ദെൻ സർക്കുലർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് എക്സ്ട്രെയിൻ ആൻഡ് ദെൻ വൈ ട്രെയിൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റകൾ വെച്ചിട്ട് എക്സ്ട്രെയിൻ ആൻഡ് വൈ ട്രെയിൻ, എക്സ് ആൻഡ് വൈ ആൻഡ് ഓൾസോ എക്സ് ആൻഡ് വൈ തന്നെയാണ്, ബട്ട് റിമെമ്പർ അത് ട്രെയിനിങ് ഡേറ്റയാണ്. ഇപ്പോൾ ട്രെയിനിങ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ മെഷീനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് ഫിറ്റ് എന്ന് പറയുന്നത്. സോ മോഡൽ ഡോട്ട് ഫിറ്റ് x_train, y_train. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ബിൽഡായി, നമ്മുടെ ലീനിയർ റിഗ്രഷൻ്റെ ആ ഒരു മോഡൽ ബിൽഡായിട്ടുണ്ട്. സോ ആ ഒരു മോഡലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫിറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചു, ദാറ്റ് ഇസ് ട്രെയിനിങ് ഡൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു. സോ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ മോഡലിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണ്, ടെസ്റ്റ് ഡേറ്റ വെച്ചിട്ട് പ്രെഡിക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. സോ വൈ പ്രെഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വൈ പ്രെഡിക്റ്റഡ് പ്രെഡിക്ഷൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മോഡൽ. അപ്പോൾ ആ മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എക്സ് ടെസ്റ്റിൻ്റെ ഡേറ്റ എടുത്ത് കൊടുക്കുന്നു. ആൻഡ് ദെൻ ആ ഒരു വൈ പ്രെഡ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ ജനറേറ്റ് ആയിട്ടുള്ള മോഡൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇത് ആക്ച്വലി കിടക്കുന്നത്. ഇത് മോഡൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ആക്ച്വലി വൈയുടെ ടെസ്റ്റ് ഡേറ്റ ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. വൈ ടെസ്റ്റിലാണ് എന്തുള്ളത്, നമ്മുടെ ആക്ച്വൽ വാല്യൂസ് ഉള്ളത്. വൈ പ്രെഡിൽ എന്താണ്, ഇപ്പം നമ്മുടെ മോഡൽ മേക്ക് ചെയ്ത പ്രെഡിക്ഷൻസ് ആണുള്ളത്. അപ്പം ഈ വന്നിട്ടുള്ള പ്രെഡിക്ഷൻസും നമ്മുടെ ആക്ച്വൽ വാല്യൂസും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണോ അത്രത്തോളമായിരിക്കും അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വേസ്റ്റ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് ഗ്രേറ്റ് ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, ഞാൻ ആക്ച്വലി നമ്മുടെ ആക്ച്വൽ വാല്യൂസ്, അതായത് വൈ ടെസ്റ്റും നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂസ് ഇപ്പം മേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പം കണ്ടുപിടിച്ച ആ ഒരു വൈ പ്രെഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനായിട്ട് ജസ്റ്റ് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേസ്ഡ് ഓൺ ആക്ച്വൽ വാല്യൂസ് ആൻഡ് പ്രെഡിക്റ്റഡ് വാല്യൂസ്. ആ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ 6099 എന്ന് പറയുന്ന റോയിലത്തെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റയിൽ ഉണ്ടായിരുന്ന ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 47 ആണ്. നമ്മുടെ മോഡൽ 46.48 പ്രെഡിക്റ്റ് ചെയ്തു, ഓൾമോസ്റ്റ് ദെയർ. 106 എന്ന് പറയുന്ന റോയിലാണെങ്കിൽ അവിടെ വന്നിട്ടുള്ളത് ആക്ച്വൽ വാല്യൂ 76 ആണ്, ബട്ട് പ്രെഡിക്റ്റഡ് വാല്യൂ 80.2. കുറച്ച് വേരിയേഷൻ ഉണ്ട് അല്ലേ. 9265 എന്ന് പറയുന്ന റോയിൽ 62 ആണ് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്തത്, 61.06. അഗൈൻ ക്ലോസർ തന്നെയാണ്. അടുത്ത റോയിലും അഗൈൻ ക്ലോസർ റിസൾട്ട്, അടുത്ത റോയിലും വലിയ കുഴപ്പമില്ല. ഇതും നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാതെ കാണുന്നുണ്ട് അല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ ആക്ച്വൽ വാല്യൂസും പ്രെഡിക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് കുറവാണെന്നുണ്ടെങ്കിൽ നല്ല മോഡലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓരോ റോസിൻ്റെയും ഡിഫറൻസ് എല്ലാം എടുത്ത് നോക്കാം. മീൻ സ്ക്വയർഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിഗ്രഷൻ മെട്രിക്കാണ് MSE എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മീൻ സ്ക്വയർഡ് എറർ. അപ്പം ഇതാണ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഈ ആക്ച്വൽ വാല്യൂ മൈനസ് പ്രെഡിക്റ്റഡ് വാല്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. ഓക്കെ, സമ്മേഷൻ ഓഫ് ദിസ് ഡിവൈഡഡ് ബൈ n ആണ് നമ്മുടെ MSE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് R2 സ്കോർ അല്ലെങ്കിൽ R സ്ക്വയർഡ് ഉപയോഗിച്ചിട്ടും നമുക്കതിൻ്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി ഫോർമുല ക്രിയേറ്റ് ചെയ്യേണ്ട എല്ലാത്തിനും ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. മെയിൻ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ main_absolute_error എന്ന് പറയുന്ന ഫംഗ്ഷൻ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ വൈ ടെസ്റ്റ്, ദാറ്റ് ഇസ് നമ്മുടെ ആക്ച്വൽ വാല്യൂ
ആൻഡ് പ്രെഡിക്റ്റഡ് വാല്യൂ കൊടുത്താൽ മതി. അതേപോലെ മെയിൻ സ്ക്വയർഡ് എററിൻ്റെ കേസിലും അത് കൊടുക്കുക. R2 സ്കോറിൻ്റെ കേസിലും സെയിം സാധനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ MSc നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് 4.3059 സംതിങ് ഉണ്ട്. MAE എന്ന് പറയുന്നതും എന്താണ് 1.64 റിലേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള R2 സ്കോർ എന്ന് പറയുന്നത് 0.98 ആണ്. ദാറ്റ് ഇസ് കുഴപ്പമില്ലാത്ത ഒരു മോഡലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആക്ച്വലി ഈ MSc ആൻഡ് MAE നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ആർ ടാർഗറ്റ് വേരിയബിൾ. നമ്മുടെ ടാർഗറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എന്ത് തരത്തിലുള്ള വാല്യൂ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ നമ്മുടെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് 90s കിടക്കുന്ന വാല്യൂസ് ആണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ള എറർ എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 98 എന്ന് പറയുന്നത് ഒരു R2 സ്കോറാണ്. സോ കുഴപ്പമില്ലാത്ത മോഡലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഇസ് ഹൗ യു ബിൽഡ് ലീനിയർ റിഗ്രഷൻ മോഡൽ. അതേപോലെ നമുക്ക് റിഗ്രഷനിലുള്ള മറ്റ് പല അൽഗോറിതംസും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ അതിനായിട്ട് മെത്തേഡ് മാത്രമാണ് മാറുന്നത്. ഓക്കെ, അൽഗോറിതത്തിൻ്റെ ഒരു ഫങ്ഷൻ മാത്രമാണ് മാറുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഈ മീൻ അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും മീൻ സ്ക്വയർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും R സ്ക്വയർഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള MAE ആണെങ്കിലും MSc ആണെങ്കിലും R2 സ്കോർ ആണെങ്കിലും ഇതൊക്കെ റിഗ്രഷൻ്റെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇവാലുവേഷൻ മെട്രിക്സ് മാറ്റം വരും. സോ അതിനൊക്കെ ആയിട്ട് ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറയുമ്പം കൺഫ്യൂഷൻ മെട്രിക്സ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതിൽ വരുന്ന അക്യുറസി, റീകോൾ, പ്രിസിഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളവിടെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ അൽഗോറിതമാണ് നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൾസോ മെൻഷൻ ചെയ്തു. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ അൽഗോറിതംസ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലോജിസ്റ്റിക് റിഗ്രഷനാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഡിസിഷൻ ട്രീസ്, റാൻഡം ഫോറസ്റ്റ്, സപ്പോർട്ട് വെക്ടർ മെഷീൻസ്, കെ നിയറസ്റ്റ് നൈബേഴ്സ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഇതിലേത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ IRS ഡേറ്റാ സെറ്റാണ്. ഓക്കെ, അപ്പോൾ അഗെയിൻ നമ്മളത് ലോഡ് ചെയ്തും. ഓക്കെ, ഇത് ഓൾറെഡി ഈ ഡേറ്റാ സെറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 150 റോസും 5 കോളംസ് ഉണ്ടെന്നുള്ളത് ഓൾറെഡി അറിയാം. ഇനി നമ്മൾ ഇൻഫോ എടുത്തു. അതപ്പോൾ നമുക്ക് 150 എൻട്രീസ് ഉണ്ട്, 0 മുതൽ 149 വരെ. മിസ്സിംഗ് വാല്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതും നമുക്കിവിടെ ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ബട്ട് ഇപ്പം ഓൾറെഡി നമ്മളത് മെൻഷൻ ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഡയറക്റ്റ്ലി ഞാൻ എക്സ് ഫീച്ചറിനെയും വൈ ഫീച്ചറിനെയും സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചേഴ്സിലേക്ക് ഞാൻ എന്താ ചെയ്യുന്നത്, ഡേറ്റ ഡോട്ട് ഡ്രോപ്പ് സ്പീഷീസ് കൊടുത്തു. അതായത് സ്പീഷീസ് എന്ന് പറയുന്ന കോളത്തിനെ ഞാൻ നമ്മുടെ എക്സിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇപ്പോൾ എക്സിൽ എന്താ ഉണ്ടാവുക, സെപ്പിൾ ലെങ്ത്, സെപ്പിൾ വിത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിത്ത്. ഇനി വൈ എന്ന് പറയുന്ന കോളത്തിലാണ് എന്ത് വരുന്നത്, നമ്മുടെ സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു കോളം വരുന്നത്. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറയുന്ന കോളത്തിൽ എന്ത് മാത്രമേ ഉള്ളത്, സെറ്റോസ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വെർജിനൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് നമുക്ക് സ്പീഷീസ് എന്ന് പറയുന്ന കോളത്തിൽ സ്പീഷീസ് എന്ന് പറയുന്നത് ഇപ്പോൾ വൈ കോളമായിട്ട് മാറിയിരിക്കുകയാണ്. ദാറ്റ് ഇസ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ വൈ ഡോട്ട് വാല്യൂ കൗണ്ട്സ്, അതായത് ടാർഗറ്റ് വേരിയബിളിൽ എത്ര വാല്യൂസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ടാർഗറ്റ് വാല്യൂവിൻ്റെ കേസിൽ അത് ആക്ച്വലി കൗണ്ടബിൾ ആണെങ്കിൽ അത് ഒരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമായിട്ട് നമുക്ക് കൗൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് കോളത്തിൻ്റെ വാല്യൂ കൗണ്ട്സ് എടുത്ത് നോക്കണം. ബിക്കോസ് ഓരോന്നിലും എത്ര സ്പീഷീസ് ഉണ്ടെന്ന് അറിയാം. ദാറ്റ് ഇസ് പെറ്റോസ എന്ന് പറയുന്ന സ്പീഷീസിൽ 50 ഫ്ലവേഴ്സ് ഉണ്ട്. വെർസി കളർ എന്ന് പറയുന്ന സ്പീഷീസിൽ 50 ഫ്ലവേഴ്സ് ഉണ്ട്. വെർജിനിക്ക എന്ന് പറയുന്ന സ്പീഷീസിലും 50 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യണം. എന്ത് ചെയ്യണം, ലേബൽ എൻകോഡിങ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിലുള്ളത് കംപ്ലീറ്റ്ലി എന്താണ്, ന്യൂമറിക്കൽ കോളംസ് ആണ്. അപ്പോൾ ഇവിടെ എൻകോഡിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വൈ എന്ന് പറയുന്ന കോളം മാത്രമാണ് എന്തായിട്ട് കിടക്കുന്നത്, കാറ്റഗറിക്കലായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വൈ എന്ന് പറയുന്ന കോളത്തിനാണ് ഞാൻ ഇവിടെ എൻകോഡിങ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത പോലെ തന്നെ ലേബൽ എൻകോഡറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെ ലേബൽ എൻകോഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0, 1, 2 എന്ന് പറയുന്ന 3 ക്ലാസ്സുകളിലേക്കായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു ലേബൽ എൻകോഡർ ഉപയോഗിച്ച് തന്നെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അതിനെ തിരിച്ച് നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള
റിയൽ ഇതിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതും ജസ്റ്റ് ഇൻഫർമേറ്റീവാണ്, നമുക്ക് ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണ്. ഓൾസോ നമ്മുടെ ഡേറ്റ നോർമലൈസ്ഡും കൂടിയാണ്, അതിൽ വാല്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ എക്സ് ട്രെയിനിൻ്റെ ഷേപ്പ് എടുത്തു, വൈ ട്രെയിനിൻ്റെ ഷേപ്പ് എടുത്തു, എക്സ് ടെസ്റ്റ്, വൈ ടെസ്റ്റ്, അതിൻ്റെ ഒക്കെ ഷേപ്പ് എടുത്തു. സോറി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോഗ്രിഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു, അതിലേക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ പാസ് ചെയ്തു, ലോഗ്രിഗ് ഡോട്ട് ഫിറ്റ്, and അതിൻ്റെ സർക്കുലർ ബ്രാക്കറ്റ്സിലായിട്ട് എക്സ് അണ്ടർസ്കോർ ട്രെയിൻ, വൈ അണ്ടർസ്കോർ ട്രെയിൻ കൊടുത്തു. ഇപ്പം എവിടെ എന്തായി മോഡൽ ബിൽഡായി. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന അൽഗോരിതംസിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ചെയ്യുന്ന ടാർഗറ്റ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ എന്താണോ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് കോഡിൽ വരിക. ഓക്കെ, ആൻഡ് ദെൻ പ്രെഡിക്ഷൻസ് ചെയ്തു, പ്രെഡിക്ഷൻസിനായിട്ട് പ്രെഡിക്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈ പ്രെഡിക്ഷൻ വാല്യൂസാണ് ഈ കാണുന്നത്. വൈ ടെസ്റ്റ് വാല്യൂസിനെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ അകത്തേക്ക് വൈ ടെസ്റ്റും വൈ പ്രെഡും നമ്മൾ കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മോഡലിൻ്റെ പെർഫോമൻസ് എത്രത്തോളാണെന്നുള്ളത് ഈ ഒരു റിപ്പോർട്ട് രൂപേണ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അതിന് പുറമെ നമുക്ക് അക്യുറസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അക്യുറസി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അക്യുറസി അണ്ടർസ്കോർ സ്കോർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ആൻഡ് അതിൻ്റെ അകത്തേക്ക് വൈ ടെസ്റ്റും വൈ പ്രിഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ അക്യുറസി ഒന്ന് പ്രിൻ്റ് ആയിട്ട് കിട്ടും. അതാണ് 97. ഇപ്പം 97 ആണ് നമുക്ക് കിട്ടിയ അക്യുറസി. അതായത് ആക്ച്വൽ വാല്യൂസ് ആൻഡ് വൈ വാല്യൂസും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മോഡൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ഫൈനലി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അൺസീൻ ഡേറ്റ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് അൺസീൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ, അൺസീൻ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ സെറ്റിൽ ഇല്ലാത്ത റോസ് കൊടുക്കുക. ഓക്കെ, സോറി അഗൈൻ, നമ്മുടെ ഡേറ്റ സെറ്റിൽ ഇല്ലാത്ത റോസ് കൊടുത്ത് മോഡൽ കറക്റ്റായിട്ട് റിസൾട്ട് തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അത്തരത്തിൽ ഈ രണ്ട് റോസാണ് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തത്. അതിനെ ഞാൻ എൻ്റെ മെഷീന് കൊടുത്തു, എൻ്റെ മോഡലിന് കൊടുത്തു. അപ്പോൾ മോഡൽ ഉപയോഗിച്ച് ഞാൻ പ്രെഡിക്ഷൻസ് നടത്തി. ആ പ്രെഡിക്ഷൻസാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 0, 1. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മുടെ ടാർഗറ്റ് കോളത്തിനെ ലേബൽ എൻകോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, റിവേഴ്സ് ട്രാൻസ്ഫോം ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഇസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പ്രെഡിക്ഷൻസ് എന്താണെന്നുള്ളത് കിട്ടും. ദാറ്റ് ഇസ് ഇപ്പോൾ അത് സെറ്റോസയും വേഴ്സി കളറും ആണെന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ അതാണ് അതിൻ്റെ ഡീകോഡഡ് ആയിട്ടുള്ള പ്രെഡിക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ അൽഗോറിതം ഡെവലപ്പ് ചെയ്യുന്നത്. സോ അൽഗോറിതം ഡെവലപ്പ് ചെയ്യാനും ചെയ്യാനും ഒക്കെ സിമ്പിളാണ്. പക്ഷേ അതിൽ വരുന്ന പ്രീ പ്രോസസ്സിങ്, നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മളൊരു ബേസിക് ലെവലിലുള്ള ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്തെടുത്തു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനിയും ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ലൈക്ക് ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്, പിന്നെ ഓവർ ഫിറ്റിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അണ്ടർ ഫിറ്റിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ആസ് എ ബിഗിനർ എന്നുള്ള ലെവലിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ട്രൈ ചെയ്തു അല്ലേ. അപ്പോൾ ആസ് എ ബേസിക് അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിലുള്ള ഒരു തരം കോഡിംഗ് പാർട്ടാണ് നിങ്ങൾ കണ്ടത്. ഇനിയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ആസ് എ ബിഗിനർ ലെവലിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആസ് എ കരിയർ റോഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ ഒരു കരിയർ റോഡ് മാപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ആയിട്ട് കംപ്ലീറ്റ്ലി അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലേൺ ദ ഫൗണ്ടേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും, മാത്തമാറ്റിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം, ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ ബിൽഡ് റിയൽ വേൾഡ് പ്രോജക്ട്സ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടെ നല്ല പ്രോജക്ട്സ് ചെയ്തു തുടങ്ങുക. ആസ് എ ബിഗിനർ ലെവൽ ഇത് ഓക്കെയാണ്. നിങ്ങൾ പഠിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആവുന്ന സമയത്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഡേറ്റ സെറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. കേഗിൾ, UCI മെഷീൻ ലേണിംഗ് റെപ്പോസിറ്ററി, data.gov,
അങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഡേറ്റാ സെറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻഡ് ദെൻ റെസ്യൂമെ പ്ലസ് ലിങ്ക്ഡ്ഇൻ ഒപ്റ്റിമൈസേഷൻ, ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് റോളിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതനുസരിച്ചിട്ട് റെസ്യൂമെ മാറ്റി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ ലിങ്ക്ഡ്ഇൻ ഒപ്റ്റിമൈസേഷൻ, ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ എന്താ പറയുക പ്രൊഫൈലിന് സിമിലർ ആയിട്ടുള്ള മറ്റുള്ള പ്രൊഫഷണൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നെറ്റ്വർക്ക് ചെയ്യുക. ഓക്കെ, സോ ബിൽഡ് യുവർ നെറ്റ്വർക്ക് ആൻഡ് ദെൻ പ്രാക്ടീസ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് എന്താ പറയുക AI ടൂൾസ് അവൈലബിൾ ആണ്. ഇൻ്റർവ്യൂ GPT പോലെയുള്ള ടൂൾസൊക്കെ അവൈലബിൾ ആണ്. സോ ഇൻ്റർവ്യൂ GPT ടൂൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു റോൾ കൊടുക്കാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ ഇന്ന റോളിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റോള് കൊടുത്തു കഴിഞ്ഞാൽ ആ റോളിൽ ചോദിക്കുന്ന ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ ആ റോളിൽ ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. സോ അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരുപാട് മറ്റുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. സോ അതും ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഫ്രീലാൻസിങ് ഓർ ഇൻറ്റേൺഷിപ്പ്, ഇത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ആൻ ഇൻറ്റേൺഷിപ്പ്. ഓക്കെ, അപ്പം ഇൻറ്റേൺഷിപ്പൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേൺഷിപ്സ് വഴി നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ്പീരിയൻസ് കിട്ടും. സോ ഇൻറ്റേൺശാല പോലെയുള്ള പ്ലാറ്റ്ഫോംസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഇൻറ്റേൺഷിപ്സ് ചെയ്യും. ഓക്കെ, വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. സോ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻറ്റേൺഷിപ്സ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷനാണ്. യു ആർ ഡൂയിങ് എ വർക്ക് അല്ലേ, അപ്പം യു ആർ അഗെയിൻ ഗെയിനിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കരിയർ ഒന്ന് ബെറ്റർ ആക്കാൻ നോക്കുക. സോ ദിസ് ഈസ് എ കരിയർ റോഡ് മാപ്പ്. ഓക്കെ, പിന്നെ പോർട്ട്ഫോളിയോ ടിപ്സ്. നമ്മുടെ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ആക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗിറ്റ്ഹബ് റിപ്പോസിറ്ററീസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വയ്ക്കുക. സോ ഇപ്പോൾ നമ്മൾ ചെയ്ത മെഷീൻ ലേണിംഗ് പ്രോജക്റ്റ് തന്നെ നോക്കുക. അപ്പോൾ ആ ഒരു മെഷീൻ ലേണിങ്ങിൽ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റീഡ്മി ഫയലാണ്. ആ റീഡ്മി ഫയലിൻ്റെ അകത്ത് നമ്മുടെ പ്രോജക്റ്റ് എന്ത് റിലേറ്റഡ് ആണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, നമുക്ക് എന്തൊക്കെ ലൈബ്രറീസ് ആണ് വേണ്ടത്, ഏതൊക്കെ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീഡ്മി ഫയലിൽ കൊടുക്കുക. ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഒരു പ്രോജക്റ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഒരു മോഡൽ ബിൽഡ് ചെയ്തതിന് ശേഷം ആ മോഡലിന് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ആ സേവ് ചെയ്ത മോഡൽ ഗിറ്റ്ഹബിലേക്ക് ഇടുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ റിസൾട്ടിൻ്റെ സ്ക്രീൻഷോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻസ് ഒരു സെപ്പറേറ്റ് PDF ആക്കിയിട്ട് വയ്ക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളും നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക. സോ ഇത് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററീസിൽ ചെയ്യേണ്ടതാണ്. അടുത്തത് ജൂപ്പിറ്റർ നോട്ട്ബുക്സ്. നിങ്ങൾ ജൂപ്പിറ്റർ നോട്ട്ബുക്സ് ആയിരിക്കും ഈ കോഡിംഗ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജൂപ്പിറ്റർ നോട്ട്ബുക്സിൽ നമ്മൾ ഓരോ കോഡും സെൽ ബൈ സെല്ലായിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെല്ലിൻ്റെയും താഴെ നിങ്ങൾ റൺ ചെയ്ത കോഡും അതിൻ്റെ ഇൻസൈറ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വയ്ക്കുക. സോ ഓരോ കോഡിന് താഴെയും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ് എന്താണ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് വയ്ക്കുക. ഇറ്റ്സ് മാൻഡേറ്ററി. ആൻഡ് ദെൻ കാഗൽ പ്രൊഫൈൽ, ഒരു കാഗൽ പ്രൊഫൈലും മെയിൻറ്റെയിൻ ചെയ്യുക. സോ കാഗിളിലൊക്കെ നമ്മുടെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പോലെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ജൂപ്പിറ്റർ നോട്ട്ബുക്സ് അവൈലബിൾ ആണ്. സോ കാഗിളിൽ നിന്ന് ഡേറ്റ സെറ്റ് എടുത്ത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാഗിളിൽ തന്നെ ഈ കോഡിംഗ് പാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കാഗിൾ പ്രൊഫൈൽ ഉണ്ടല്ലോ ഓൾറെഡി നിങ്ങൾക്ക്. അപ്പം അതുപോലെ തന്നെ ചെയ്യുക. ആൻഡ് ഓൾസോ അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് അവൈലബിൾ ആണ്. സോ കോമ്പറ്റീഷൻസും അറ്റൻഡ് ചെയ്യുക. പിന്നെ വരുന്നത് ലിങ്ക്ഡ്ഇൻ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡ്ഇനിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മേ ബി വീക്ക്ലി ലേണിങ്സ് ഓർ നിങ്ങളുടെ ഡേറ്റ സ്റ്റോറീസ് എന്തെങ്കിലും വാട്ട് എവർ. അടുത്തത് റെസ്യൂമെ പ്രോജക്റ്റ്. അപ്പോൾ റെസ്യൂമേയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 2-3 പ്രോജക്ട്സ്, ഓക്കെ, നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന നല്ല പ്രോജക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് യുവർ പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു ബിഗിനർ ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് മെഷീൻ ലേണിംഗ് എന്താണ്, മെഷീൻ ലേണിങ്ങിൻ്റെ വർക്ക് ഫ്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് മെഷീൻ ലേണിങ്ങിലുള്ള ടൈപ്സ് നമ്മൾ പറഞ്ഞു. സൂപ്പർവൈസ് ലേണിംഗ് ആൻഡ് സൂപ്പർവൈസ് ലേണിംഗ്. സൂപ്പർവൈസ് ലേണിങ്ങിൽ വരുന്ന റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് സൂപ്പർവൈസ് ലേണിങ്ങിൽ വരുന്ന ക്ലസ്റ്ററിങ് എന്താണെന്ന് പറഞ്ഞു. അതുകൂടാതെ ഡേറ്റ പ്രീ പ്രോസസ്സിങ് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നീട് സൂപ്പർവൈസ് ലേണിങ്ങിൽ റിഗ്രഷൻ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് റിഗ്രഷൻ പ്രോബ്ലം ആണോ അതോ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ടാർഗറ്റ് വേരിയബിൾ വെച്ചിട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ റിഗ്രഷനിൽ ലീനിയർ റിഗ്രഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ലോജിസ്റ്റിക് റിഗ്രഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു.
അങ്ങനെ പല കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ലെവലിൽ ആസ് എ ബിഗിനർ, നിങ്ങൾക്കൊരു ബിഗിനർ ലെവലിൽ മനസ്സിലാക്കി പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വി ആർ ദെയർ ടു ഹെൽപ്പ് യു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.